സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ത്യ-ചൈന ബന്ധങ്ങളിലെ ചില പുതിയ കാര്യങ്ങൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശോധിക്കുകയാണല്ലേ? അതെ, ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. ചിലതൊക്കെ നല്ലതും ചിലത് ആശങ്കയുണ്ടാക്കുന്നതും. നമ്മളിന്ന് ആശ്രയിക്കുന്നത് ദി ഹിന്ദു പത്രവും പിന്നെ ലേണേഴ്സ് IAS സ്റ്റഡി നോട്ട്സുമാണ്. നല്ല സോഴ്സുകളാണ് രണ്ടും. പിന്നെ ഇത് കേൾക്കുന്നവർക്ക്, പ്രത്യേകിച്ച് UPSC സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രിലിംസിനും മെയിൻസിനും എസ്സേയ്ക്കും ഇത് ഉപകാരപ്പെടും. തീർച്ചയായും. പ്രിലിംസിലെ അന്താരാഷ്ട്ര ബന്ധങ്ങൾ, ഇന്ത്യ-ചൈന, LAC, SCO പോലുള്ളവ. അതെ, പിന്നെ ഭൂമിശാസ്ത്രത്തിലെ ബ്രഹ്മപുത്ര അഥവാ യാർലുങ് സാങ്പോ നദിയുടെ കാര്യങ്ങൾ. അതും പ്രധാനമാണ്. മെയിൻസിലാണെങ്കിൽ GS പേപ്പർ 2-ൽ ഇന്ത്യയും അയൽ രാജ്യങ്ങളും ഉഭയകക്ഷി ബന്ധങ്ങൾ എന്ന ഭാഗത്ത് ഇത് നേരിട്ട് വരും. ശരിയാണ്. അപ്പോ ഇന്ന് നമ്മൾ പ്രധാനമായി നോക്കുന്നതിൽ ഒന്ന്, 5 വർഷത്തിനു ശേഷം ഇന്ത്യ ചൈനീസ് പൗരന്മാർക്ക് ടൂറിസ്റ്റ് വിസകൾ വീണ്ടും കൊടുത്തു തുടങ്ങി എന്ന വാർത്ത. നല്ലൊരു കാര്യം. പക്ഷേ അതേസമയം തന്നെ യാർലുങ് സാങ്പോ നദിയിലെ ചൈനയുടെ അണക്കെട്ടിനെക്കുറിച്ചുള്ള ആശങ്കകളും നിലനിൽക്കുന്നു. അതെ, അതാണ് ഇതിലെ ഒരു വൈരുദ്ധ്യം എന്ന് പറയാവുന്നത്. നമുക്കിതിലേക്ക് കടക്കാം. അപ്പോ ഈ വിസയുടെ കാര്യം 2020-ലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ശരിക്കും കാര്യങ്ങൾ കുറച്ചുകൂടി സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണോ ഇത്? അതേന്ന് പറയാം, ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ഒക്ടോബറിൽ നമ്മുടെ പ്രധാനമന്ത്രിയും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും റഷ്യയിൽ വെച്ച് കണ്ടതിനു ശേഷം. SCO മീറ്റിംഗിൽ വെച്ചല്ലേ, ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ യോഗം? അതെ. അതിനുശേഷം ഇത്തരം കാര്യങ്ങൾക്ക് കുറച്ചുകൂടി വേഗത വന്നിട്ടുണ്ട്. ഇപ്പോ കൈലാഷ് മാനസരോവർ യാത്ര, നേരിട്ടുള്ള വിമാന സർവീസുകൾ ഒക്കെ പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചും ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. നടക്കുമ്പോൾ തന്നെ മറുവശത്ത് വലിയൊരു ആശങ്കയുണ്ട്. അതെ, അതാണ് ടിബറ്റിലെ യാർലുങ് സാങ്പോ നദിയില്, അതായത് നമ്മുടെ ബ്രഹ്മപുത്രയില് ചൈന നിർമ്മിക്കുന്ന പുതിയ വലിയ അണക്കെട്ട്. ഇത് അവരുടെ പരമാധികാരത്തിനുള്ളിലാണ്. അവർ ഡേറ്റയൊക്കെ ഇന്ത്യയ്ക്കും ബംഗ്ലാദേശിനും കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് ചൈനയുടെ വാദം. പക്ഷേ ആശങ്കകൾ ബാക്കിയാണ്. തീർച്ചയായും. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ചെറിയ സഹകരണങ്ങൾ കാണിക്കുമ്പോഴും തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ അവരൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നൊരു നിലപാടുകൂടിയാണ് ഇത് കാണിക്കുന്നത്. ശരിയാണ്. ഈ അതിർത്തിയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒന്നാണല്ലോ LAC. എന്താണ് LAC എന്ന് പ്രിലിംസ് പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് പറയാമോ? പറയാം. LAC, അതായത് ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ. ഇതൊരു ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട അന്താരാഷ്ട്ര അതിർത്തിയല്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. രേഖയാണ് LAC. ഇതിന്റെ ലൊക്കേഷനെപ്പറ്റി 2 രാജ്യങ്ങൾക്കും വ്യത്യസ്ത ധാരണകളുണ്ട്. അപ്പൊ അതാണ് പ്രശ്നങ്ങൾക്ക് കാരണം. അതെ, ഈ അവ്യക്തതയാണ് പലപ്പോഴും സംഘർഷങ്ങളിലേക്ക് നയിക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ടതാണ് യാർലുങ് സാങ്പോ അഥവാ ബ്രഹ്മപുത്ര നദി. അതൊരു ട്രാൻസ് ബൗണ്ടറി നദിയാണ്. അതിർത്തി കടന്നാണ് ഒഴുകുന്നത്. ടിബറ്റിൽ നിന്നുത്ഭവിച്ച് ഇന്ത്യയിലൂടെ പിന്നെ ബംഗ്ലാദേശിലേക്ക്. ഇത്തരം നദികളുടെ കാര്യത്തിൽ മുകൾ ഭാഗത്തുള്ള രാജ്യം, അതായത് അപ്പർ റിപ്പേറിയൻ സ്റ്റേറ്റായ ചൈന, താഴെയുള്ള രാജ്യങ്ങളായ ഇന്ത്യയുടെയും ബംഗ്ലാദേശിന്റെയും ആശങ്കകൾ പരിഗണിക്കാതെ വലിയ പ്രോജക്റ്റുകൾ ചെയ്യുമ്പോൾ അത് പ്രശ്നമാവും. അതെ, വെള്ളം കിട്ടുവോ, വെള്ളപ്പൊക്കം വരുമോ, പരിസ്ഥിതിക്ക് എന്ത് സംഭവിക്കും എന്നൊക്കെയുള്ള ഭയങ്ങൾ ന്യായമാണ്. പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയും തമ്മിൽ ഒരു ഫോർമൽ വാട്ടർ ഷെയറിംഗ് ട്രീറ്റി, അതായത് ജലം പങ്കുവയ്ക്കൽ കരാർ, നിലവിലില്ല. ശരി. അപ്പൊ ഈ സാഹചര്യം മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ എങ്ങനെ കാണണം? ഈ വിസ കൊടുക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ബന്ധം സാധാരണ നിലയിലാക്കാൻ എത്രത്തോളം സഹായിക്കും? ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഗുണങ്ങളുണ്ട്. ഒരുപക്ഷേ അതിർത്തിയിലെ സംഘർഷം കുറയ്ക്കാൻ ഇത് സഹായിച്ചേക്കാം. പിന്നെ ടൂറിസം, വ്യാപാരമൊക്കെ കൂടുമ്പോൾ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാവാം. ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടും. അതെ, അതും ഒരു പോസിറ്റീവ് വശമാണ്. കൈലാഷ് യാത്ര പോലുള്ളവ വീണ്ടും തുടങ്ങുന്നത് കൂടുതൽ ചർച്ചകൾക്ക്, ഒരുപക്ഷെ അനൗദ്യോഗിക ചർച്ചകൾക്ക് വഴി തുറന്നേക്കാം. എന്നാൽ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളും അതുപോലെ നിലനിൽക്കുന്നുണ്ടല്ലോ. തീർച്ചയായും, അതാണ് വലിയ വെല്ലുവിളി. അതിർത്തി തർക്കം പൂർണ്ണമായി പരിഹരിച്ചിട്ടില്ല. ഗാൽവാന് ശേഷം പലയിടത്തും പൂർണ്ണമായ സൈനിക പിന്മാറ്റം നടന്നിട്ടില്ല. പിന്നെ ഈ അണക്കെട്ടിന്റെ കാര്യം? അതെ, യാർലുങ് സാങ്പോയിലെ അണക്കെട്ട് ഭാവിയിൽ വെള്ളത്തെ ഒരു ആയുധം പോലെ, ഒരു സ്ട്രാറ്റജിക് ലിവറേജായി ഉപയോഗിക്കാൻ ചൈനയെ സഹായിക്കുമോ എന്ന ഭയം ഇന്ത്യക്കും ബംഗ്ലാദേശിനുമുണ്ട്. ഇത് ഞങ്ങളുടെ പരമാധികാര വിഷയമാണെന്നാണല്ലോ ചൈന പറയുന്നത്. അതെ, ആ വാദം താഴെയുള്ള രാജ്യങ്ങളുടെ ആശങ്കകളെ വേണ്ടത്ര ഗൗനിക്കുന്നില്ല എന്നതിന്റെ സൂചനയായിട്ടാണ് പലരും കാണുന്നത്.
അപ്പോൾ ഈ ചെറിയ സഹകരണങ്ങൾക്ക് പകരമായിട്ട് ഇന്ത്യ വലിയ തന്ത്രപരമായ വിഷയങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമോ എന്നൊരു പേടിയുമുണ്ട്. ആ ചോദ്യം പ്രസക്തമാണ്. അതുകൊണ്ട് ഇന്ത്യയുടെ മുന്നിലുള്ള വഴിയെന്താണെന്ന് ചോദിച്ചാല് എന്തായിരിക്കും? ഒരു പ്രായോഗികമായ ഇരട്ട സമീപനം തുടരുക എന്നുള്ളതാണ്. അതായത് ഒരു പ്രാക്ടിക്കൽ ഡ്യുവൽ അപ്രോച്ച്. അതെങ്ങനെ? വ്യാപാരം, ടൂറിസം, പീപ്പിൾ ടു പീപ്പിൾ കോണ്ടാക്ട്, ഇതിലൊക്കെ സഹകരണം സാധ്യമാകുമ്പോൾ അത് ചെയ്യുക. എന്നാൽ അതേസമയം അതിർത്തി, ജലം തുടങ്ങിയ തന്ത്രപരമായ വിഷയങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നല്ല ജാഗ്രതയോടെ മുന്നോട്ടു പോകണം. അതായത് വിസ കൊടുത്തു എന്നതുകൊണ്ട് എല്ലാം ശരിയായെന്ന് കരുതരുത്. അതെ, അതിർത്തിയിലെ സാഹചര്യം 2020 മുൻപുള്ള അവസ്ഥയിലേക്ക് പൂർണ്ണമായി മടങ്ങിയാൽ മാത്രമേ ബന്ധം പൂർണ്ണമായി സാധാരണ നിലയിലായി എന്ന് പറയാൻ പറ്റൂ. ബ്രഹ്മപുത്രയുടെ കാര്യത്തില് അവിടെ ബംഗ്ലാദേശുമായി ചേർന്ന് ചൈനയുമായി സംസാരിക്കുന്നത് ഒരുപക്ഷെ കൂടുതൽ ഫലം ചെയ്യും. ഒപ്പം ഇന്ത്യ അതിർത്തിയിലെ ഇൻഫ്രാസ്ട്രക്ചർ, മിലിറ്ററി കേപ്പബിലിറ്റി, പിന്നെ വാട്ടർ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ ശക്തിപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ശരിയാണ്. അപ്പോ ഇന്ത്യ-ചൈന ബന്ധങ്ങളിലെ ഈ സങ്കീർണമായ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ഇന്നത്തെ ചർച്ച ഇവിടെ നിർത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ശ്രദ്ധ തിരിക്കാം. ശരി. പോകുന്നതിന് മുൻപ് നിങ്ങൾക്ക് ചിന്തിക്കാനായി ഒരു കാര്യം. 2 രാജ്യങ്ങളിലൂടെ ഒഴുകുന്നൊരു നദിയിൽ അണക്കെട്ട് പണിയുന്നത് തങ്ങളുടെ ആഭ്യന്തര പരമാധികാര വിഷയമാണെന്ന് മുകൾ ഭാഗത്തുള്ളൊരു രാജ്യം പറയുമ്പോൾ നയതന്ത്ര ചർച്ചകൾക്കപ്പുറം താഴെയുള്ള രാജ്യങ്ങൾക്ക് അവരുടെ ജലസുരക്ഷ ഉറപ്പാക്കാൻ പ്രായോഗികമായി എന്തൊക്കെ വഴികളാണ് ശരിക്കും സ്വീകരിക്കാൻ കഴിയുക? നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മഹാരാഷ്ട്ര സർക്കാർ അടുത്തിടെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന ഒരു പുതിയ നിയമത്തെക്കുറിച്ചാണ്. മഹാരാഷ്ട്ര സ്പെഷ്യൽ പബ്ലിക് സെക്യൂരിറ്റി ബിൽ 2024. ഇതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി സംസാരിക്കുന്നത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇന്ത്യൻ പോളിറ്റി, ആഭ്യന്തര സുരക്ഷ ഇതിലൊക്കെ വരും. തീർച്ചയായും. ഈ ബില്ല് ശരിക്കും പറഞ്ഞാല് സുരക്ഷയും പൗരന്റെ സ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു തർക്കവിഷയം തന്നെയാണ്. UPSC പരീക്ഷയുടെ കാര്യം പറഞ്ഞാൽ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. പ്രിലിംസിലാണെങ്കിൽ മൗലികാവകാശങ്ങൾ, പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 19, പിന്നെ പബ്ലിക് ഓർഡർ, കോഗ്നിസബിൾ കുറ്റം, അതുപോലെ ആഭ്യന്തര സുരക്ഷയുടെ ഭാഗത്ത് മാവോയിസം, ഈ മുന്നണി സംഘടനകൾ, ഇതൊക്കെ വരാം. ശരി. അപ്പോൾ മെയിൻസിന്റെ കാര്യത്തിലോ? GS പേപ്പറുകളിൽ എങ്ങനെയാണ് ഇതിന്റെ സ്വാധീനം? മെയിൻസിൽ GS പേപ്പർ 2 സർക്കാർ നയങ്ങൾ, മൗലികാവകാശങ്ങൾ, അധികാര വിഭജനം, ആ ഭാഗത്തൊക്കെ ബന്ധപ്പെടുത്താം. പിന്നെ GS പേപ്പർ 3 അവിടെ ആഭ്യന്തര സുരക്ഷാ വെല്ലുവിളികൾ, തീവ്രവാദം, സുരക്ഷാ സേനകളുടെ അധികാരം, ഇതിലൊക്കെ വരും. SA പേപ്പറിലും അഭിപ്രായ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സുരക്ഷ, ഈ വിഷയങ്ങളിലൊക്കെ ഈ ബില്ലിനെക്കുറിച്ച് പറയാം. ഓക്കെ, അപ്പം നമുക്ക് ഈ ബില്ലിന്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് ഇതിലെ പ്രധാന കാര്യങ്ങൾ? സർക്കാർ എന്തിനാണ് ഇങ്ങനെയൊരു നിയമം കൊണ്ടുവരുന്നത്? സർക്കാർ പറയുന്ന കാരണം പ്രധാനമായും മാവോയിസ്റ്റ് മുന്നണി സംഘടനകളെ നേരിടാനാണ് ഈ നിയമമെന്നാണ്. എന്നാൽ ലേഖനം ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ചില ആശങ്കകൾ. അതിലൊന്ന്, സർക്കാരിന് ഏതൊരു സംഘടനയെയും ഒരു സംശയം തോന്നിയാൽ നിയമവിരുദ്ധ സംഘടനയായി പ്രഖ്യാപിക്കാൻ ഈ നിയമം ഒരു അധികാരം കൊടുക്കുന്നുണ്ട്. നിയമവിരുദ്ധം എന്ന വാക്കിന്റെ നിർവചനം, അതിലാണോ പ്രശ്നം? കുറച്ച് അവ്യക്തമാണെന്നാണോ പറയുന്നത്? അതെ, അതാണ് ഒരു പ്രധാന വിമർശനം. കാരണം ആ നിർവചനം വളരെ അതിന് അതിരുകളില്ലാത്ത പോലെയാണ്. വാക്കുകൾ, എഴുത്ത്, എന്തിന് അടയാളങ്ങൾ പോലും പൊതുസമാധാനത്തിന് ഭീഷണിയുണ്ടാക്കുന്നു എന്ന് തോന്നിയാൽ അത് നിയമവിരുദ്ധമാകാം. ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ചിന്തകളെയും സംസാരത്തെയും പോലും കുറ്റകരമായി കാണാനത് ഇടയാക്കുമോ എന്ന ഭയമുണ്ട്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ കോഗ്നിസിബിൾ ആണെന്നും പറയുന്നുണ്ടല്ലോ. അതിന്റെ പ്രത്യാഘാതം? കോഗ്നിസിബിൾ ആകുമ്പോൾ പോലീസിന് വാറണ്ടില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമായി. ഇതിലെ ശിക്ഷ 2 മുതൽ 7 വർഷം വരെ തടവും പിന്നെ പിഴയുമാണ്. അപ്പോൾ ഇതിന്റെ ഒരു സാധ്യത രാഷ്ട്രീയ എതിരാളികളെ ഒതുക്കാനും സർക്കാരിനെ വിമർശിക്കുന്നവരെ നിശബ്ദരാക്കാനും ഇത് ഉപയോഗിക്കുമോ എന്നൊരു പേടി അത് നിലനിൽക്കുന്നുണ്ട്. ശരി. ഇതിൽ വരുന്ന ചില പ്രധാന വാക്കുകൾ: പൊതുസമാധാനം, മുന്നണി സംഘടന, കോഗ്നിസിബിൾ ഒഫൻസ്. ഇവയുടെ ഒരു നിയമപരമായ പശ്ചാത്തലം കൂടി വ്യക്തമാക്കാമോ? പ്രിലിംസിന് അത് ഉപകാരപ്പെടുമല്ലോ. തീർച്ചയായും. പബ്ലിക് ഓർഡർ അഥവാ പൊതുസമാധാനം അത് നമ്മുടെ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിൽ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. അതായത് സംസ്ഥാനങ്ങൾക്ക് നിയമമുണ്ടാക്കാൻ അധികാരമുണ്ട്. പക്ഷേ അത്തരം നിയമങ്ങൾ
മൗലികാവകാശങ്ങൾക്ക് വിധേയമായിരിക്കണം, ആർട്ടിക്കിൾ 19 പോലെ. പിന്നെ ഫ്രണ്ട് ഓർഗനൈസേഷൻസ് അഥവാ മുന്നണി സംഘടനകൾ, ഇത് പലപ്പോഴും നിരോധിത സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ നിയമപരമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ചിലപ്പോൾ വിദ്യാർത്ഥി സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകൾ അങ്ങനെയൊക്കെ രൂപീകരിക്കുന്നതാണ്. കൊഗ്നിസിബിൾ അഫൻസ് എന്ന് പറഞ്ഞാൽ അത് ഗൗരവമുള്ള കുറ്റകൃത്യങ്ങളാണ്. പോലീസിന് നേരിട്ട്, അതായത് വാറന്റ് ഇല്ലാതെ തന്നെ കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനും പറ്റുന്ന കുറ്റങ്ങൾ. അപ്പോൾ ഈ കൊഗ്നിസിബിൾ അധികാരവും നേരത്തെ പറഞ്ഞ ആ അവ്യക്തമായ നിർവചനവും ഇത് രണ്ടും ചേരുമ്പോൾ ഈ പ്രോസസ് ഈസ് ദ പണിഷ്മെന്റ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തുമോ? എത്താൻ സാധ്യതയുണ്ട്. അതാണ് പലപ്പോഴും ഇത്തരം കർശനമായ സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള പ്രധാന വിമർശനം. അതായത് കേസിന്റെ അവസാനം എന്തായാലും ആ അറസ്റ്റ്, ജയിൽവാസം, കോടതി നടപടികൾ അതൊക്കെ തന്നെ ഒരു വലിയ ശിക്ഷയായി മാറും. പിന്നീട് നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ പോലും ആ വ്യക്തിക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ സാമൂഹികമായും സാമ്പത്തികമായും അത് വളരെ വലുതായിരിക്കും. ശരി, അപ്പോ ഈ നിയമത്തെ കുറച്ചുകൂടി വലിയൊരു ക്യാൻവാസില്, ഒരു വിശാലാർത്ഥത്തിൽ എങ്ങനെ കാണാം? മെയിൻസ് പരീക്ഷയ്ക്ക് അതായിരിക്കുമല്ലോ കൂടുതൽ പ്രയോജനപ്പെടുക. ഇത് അടിസ്ഥാനപരമായി നമ്മുടെ രാജ്യത്ത് എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒന്നാണ്. സുരക്ഷയും പൗരസ്വാതന്ത്ര്യവും തമ്മിലുള്ള ഒരു ബാലൻസിങ്ങിന്റെ പ്രശ്നം. സെക്യൂരിറ്റി വേഴ്സസ് ലിബർട്ടി എന്ന് പറയില്ലേ? കേന്ദ്രത്തിൽ UAPA പോലുള്ള നിയമങ്ങളുണ്ട്. അതിന്റെ ഒരു മാതൃകയില് സംസ്ഥാനങ്ങളും ഇതുപോലത്തെ കർശന നിയമങ്ങൾ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പറയുന്ന ന്യായം, മാവോയിസ്റ്റ് ഭീഷണിയുണ്ട്, അത് നേരിടാൻ നിലവിലെ നിയമം പോരാ, യുവാക്കൾ തീവ്രവാദത്തിലേക്ക് പോകുന്നത് തടയണം, ഇങ്ങനെയൊക്കെയാണ്. അവകാശങ്ങളെ ലംഘിക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ആർട്ടിക്കിൾ 19 അഭിപ്രായ സ്വാതന്ത്ര്യം, പിന്നെ ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം. ഇത് പോലീസിനും സർക്കാരിനും ഒരുപാട് അധികാരം കൊടുക്കുന്നു. അത് ദുരുപയോഗം ചെയ്യപ്പെടാം, വിയോജിപ്പുകളെ അടിച്ചമർത്താൻ ഉപയോഗിക്കാം. പിന്നെ സമൂഹത്തിലൊരു ചില്ലിംഗ് എഫക്റ്റ്, അതായത് ഒരു ഭയം കാരണം ആളുകൾ സ്വയം മിണ്ടാതിരിക്കുന്നൊരവസ്ഥ, അതിനും ഇത് കാരണമായേക്കാം. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം? ഒരു സമതുല്യമായ ഒരു സമീപനം എങ്ങനെയാവാം? സുരക്ഷാ ഭീഷണികൾ നേരിടണം, അതിൽ തർക്കമില്ല. പക്ഷേ അത് ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങളെ മാനിച്ചുകൊണ്ടായിരിക്കണം. നിയമങ്ങളിലെ നിർവചനങ്ങൾ അത് കൃത്യവും വ്യക്തവുമാകണം. നിലവിലുള്ള IPC, UAPA പോലുള്ള നിയമങ്ങൾ അത് കാര്യക്ഷമമായി നടപ്പാക്കിയാൽ പോരെ എന്നുമൊരു വാദമുണ്ട്. പിന്നെ ഓർക്കേണ്ട കാര്യം, ഇത്തരം നിയമങ്ങൾ ഗവർണറുടെ പരിശോധനയ്ക്കും കോടതികളുടെ പുനഃപരിശോധനയ്ക്കുമൊക്കെ വിധേയമാക്കാവുന്നതാണ്. അതെ, അപ്പോൾ സുരക്ഷ ഉറപ്പാക്കുന്നതും അതേസമയം പൗരന്റെ സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നതും ഇത് രണ്ടും തമ്മിലൊരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതാണ് പ്രാധാന്യം. ശരിയാണ്. ഇവിടെ നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു പ്രധാന ചോദ്യം ഉയർന്നു വരുന്നുണ്ട്. അതായത് ചിന്തകളെയും വാക്കുകളെയും പോലും കുറ്റകൃത്യമാക്കാൻ സാധ്യതയുള്ളൊരു നിയമം. അതുണ്ടാക്കുന്ന പ്രശ്നം ഒരുപക്ഷേ അത് നേരിടാൻ ശ്രമിക്കുന്ന യഥാർത്ഥ ഭീഷണിയേക്കാൾ വലുതാണോ? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനത് ദോഷം ചെയ്യുമോ? ഇത് നിങ്ങൾക്കും ആലോചിക്കാവുന്നൊരു കാര്യമാണ്. തീർച്ചയായും ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. ശരി, അപ്പോൾ ഇനി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് ആധുനിക യുദ്ധതന്ത്രങ്ങൾ അതെങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ്. അതെ, പ്രധാനമായിട്ടും ആധുനിക യുദ്ധവും ഇന്ത്യയുടെ പ്രതിരോധ നയവും എന്നൊരു വിശകലനം അടിസ്ഥാനമാക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയെ ഇതെങ്ങനെ ബാധിക്കും? അതാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഈ വിഷയം UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് നിങ്ങൾക്കിത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശരിയാണ്. പ്രിലിംസിന് സയൻസ് ആൻഡ് ടെക്നോളജി, പ്രത്യേകിച്ച് പ്രതിരോധ സാങ്കേതികവിദ്യ, ഈ ഡ്രോണുകള്, ഹൈപ്പർസോണിക് ആയുധങ്ങള്, AI ഒക്കെ, പിന്നെ കറന്റ് ഇവന്റ്സിലും വരാം. മെയിൻസിനും GS പേപ്പർ 3ൽ സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ സുരക്ഷാ വെല്ലുവിളികൾ എന്ന ഭാഗത്തും ഇത് കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് കടക്കാം. ലേഖനം പറയുന്നത് യുദ്ധത്തിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം തന്നെ മാറുകയാണെന്നാണ്. നമ്മളൊരു പുതിയ ടെക്നോളജിക്കൽ വാർഫെയർ, അതായത് സാങ്കേതിക വിദ്യ നയിക്കുന്ന ഒരു യുദ്ധത്തിന്റെ കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. റഷ്യ-ഉക്രൈൻ യുദ്ധം, ഇപ്പോ പശ്ചിമേഷ്യയിൽ നടക്കുന്ന സംഘർഷങ്ങൾ ഒക്കെ ഇതിന് ഉദാഹരണങ്ങളാണല്ലോ. അതെ, തീർച്ചയായും. ഇവിടെ രസകരമായ കാര്യം എന്താന്ന് വെച്ചാൽ, ഈ പുതിയ യുദ്ധമുഖത്തെ ഡിഫൈൻ ചെയ്യുന്ന ചില ഘടകങ്ങളുണ്ട്. എന്തൊക്കെയാണ് ആ ഘടകങ്ങൾ? ഈ സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് യുദ്ധത്തിന്റെ രീതി മാറ്റുന്നത്? പ്രധാനമായിട്ടും ഡ്രോണുകൾ, ആളില്ലാ വിമാനങ്ങൾ, പിന്നെ ലോയിറ്ററിംഗ് മ്യൂണീഷനുകൾ. അതിനെ ആത്മഹത്യാ ഡ്രോണുകൾ എന്നും പറയാറുണ്ടല്ലോ, അല്ലേ? അതെ, അത് തന്നെ. അതായത്
ലക്ഷ്യത്തിനു മുകളിൽ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിന്ന് കറക്റ്റ് സമയം വരുമ്പോൾ സ്വയം പോയി ഇടിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ. നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ, അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വഴി എല്ലാത്തിനും കണക്ട് ചെയ്യുന്നത്. അതെ. യുദ്ധഭൂമിയിലെ സൈനികർ, ടാങ്കുകൾ, വിമാനങ്ങൾ, കപ്പലുകൾ എല്ലാം തമ്മിൽ ഡേറ്റ ഷെയർ ചെയ്ത് ഒരുമിച്ച് പ്രവർത്തിക്കുക. ഇത് തീരുമാനങ്ങൾ ഭയങ്കര സ്പീഡിലാക്കും, കൃത്യത കൂട്ടും, ഒരു ഇൻഫർമേഷൻ ഡോമിനൻസ് കിട്ടും. ഓക്കെ. ഇത് കൂടാതെ സൈബർ വാർഫെയർ, പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അഥവാ അതിന്റെ ഉപയോഗം കൂടുന്നുണ്ട്. പിന്നെ ഹൈപ്പർസോണിക് വെപ്പൺസ്, ശബ്ദത്തിന്റെ 5 ഇരട്ടിയിലധികം വേഗതയുള്ള മിസൈലുകൾ. ഈ ഹൈപ്പർസോണിക് ആയുധങ്ങൾ അത് പ്രതിരോധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നും കേൾക്കുന്നുണ്ടല്ലോ. ശരിയാണ്. നിലവിലുള്ള ഡിഫൻസ് സിസ്റ്റംസിനും അതൊരു വലിയ വെല്ലുവിളി തന്നെയാണ്. അപ്പൊ ലേഖനം ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാന കാര്യം, ഇന്ത്യ ഈ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ മിലിറ്ററി മോഡേണൈസേഷൻ വേഗത്തിലാക്കണമെന്നതാണ്. അവിടെയാണ് ലേഖനം ഇന്ത്യക്കൊരു മുന്നറിയിപ്പ് പോലെ പറയുന്നതല്ലേ? നമ്മുടെ തദ്ദേശീയ ആയുധ നിർമ്മാണ ശേഷി, പ്രത്യേകിച്ച് ഈ വിമാനങ്ങൾ, മിസൈലുകൾ, അതൊന്നും വേണ്ടത്ര വേഗത്തിലല്ല പോകുന്നത് എന്ന്. അതെ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചൈന അവരുടെ 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ്സ് സ്വന്തമായിട്ടുണ്ടാക്കുന്നു, J-20 പോലുള്ളവ. നമ്മളിപ്പോഴും റഫാൽ പോലുള്ള വിമാനങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്നതിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. ഇത് ഭാവിയിലെ യുദ്ധങ്ങൾക്ക്, ഈ പുതിയ തരം യുദ്ധങ്ങൾക്ക് മതിയാകുമോ എന്നൊരു ചോദ്യം അവിടെ വരുന്നുണ്ട്. തീർച്ചയായും. ലേഖനം പറയുന്നത് അത് വെറുമൊരു വിമാനം വാങ്ങുന്നതിലെ വ്യത്യാസമല്ല, മറിച്ച് ഈ അപ്രോച്ച്, ഈ സമീപനത്തിലെ വ്യത്യാസം കാരണം നമ്മൾ ടെക്നോളജിക്കലി ഒരു സ്റ്റെപ്പ് പിന്നിലായി പോകാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇത് നമ്മളെ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയുടെ പ്രതിരോധ തയ്യാറെടുപ്പിനെക്കുറിച്ച്. ഇത് മെയിൻസ് പെർസ്പെക്റ്റീവിൽ വളരെ പ്രധാനമാണ്. അതെ. ഉക്രൈൻ യുദ്ധം നൽകുന്ന പാഠം എന്താണ്? നമ്മുടെ ആ ഒരു പരമ്പരാഗത രീതി, അതായത് വലിയ പ്ലാറ്റ്ഫോമുകൾ, ടാങ്ക്, വിമാനം ഇതൊക്കെ വാങ്ങിക്കൂട്ടുക, കരസേനയുടെ ആൾബലത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക, ഇതൊക്കെ ഒരുപക്ഷേ കാലഹരണപ്പെട്ടു. പിന്നെ ആത്മനിർഭർ ഭാരത്, പ്രതിരോധ രംഗത്ത് ഇത് എത്രത്തോളം എഫക്റ്റീവാണ്? അതും ഒരു ചോദ്യമാണ്. തദ്ദേശീയ ഉൽപ്പാദനം ശരിക്കും പിന്നിലാണോ, അതോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് തെറ്റായ ടെക്നോളജികളിലാണോ? ചിലപ്പോൾ ലേറ്റസ്റ്റായ ഡ്രോൺ, സൈബർ പോലുള്ള കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുന്നില്ലേ? ഈ ആത്മനിർഭർ ഭാരത് ലക്ഷ്യം നല്ലതാണെങ്കിലും ഒരുപക്ഷെ അതിന്റെ നടപ്പാക്കലിലെ വേഗത കുറവാണോ പ്രശ്നം, അതോ പോളിസി പ്രശ്നങ്ങളാണോ? ഒരുപക്ഷേ രണ്ടും ഘടകങ്ങളാവാം. എന്നാൽ ഇന്ത്യക്ക് ശക്തികളുമുണ്ട്, അത് നമ്മൾ കാണാതെ പോകരുത്. ശരിയാണ്. എന്തൊക്കെയാണ് നമ്മുടെ പ്രധാന ശക്തികൾ? ഒന്ന്, ബ്രഹ്മോസ് പോലുള്ള തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ലോകോത്തര സിസ്റ്റംസ് നമുക്കുണ്ട്. പിന്നെ നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്നതുകൊണ്ട് ഒരു രാജ്യത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ നമ്മുടെ സൈന്യത്തിന് യുദ്ധം ചെയ്ത് നല്ല പരിചയമുണ്ട്, യഥാർത്ഥ കോമ്പാക്ട് എക്സ്പീരിയൻസ്. പക്ഷെ വെല്ലുവിളികളും കുറവല്ല. തീർച്ചയായും. ഈ മോഡേണൈസേഷനിലെ മെല്ലെപ്പോക്ക്, തദ്ദേശീയമായി ഉണ്ടാക്കുന്നതിലെ കാലതാമസം, ഒരുപക്ഷേ പഴയ യുദ്ധതന്ത്രങ്ങൾ തന്നെ ഇപ്പോഴും പിന്തുടരുന്നത്. ഡ്രോൺ, AI, സൈബർ പോലുള്ള പുതിയ ഏരിയകളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാത്തത്. അതെ. അതോടൊപ്പം ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ആ ഇരട്ട ഭീഷണി അതും നിലനിൽക്കുന്നു. അപ്പോ ഇതിന്റെ എല്ലാം വെളിച്ചത്തിൽ ലേഖനം എന്താണൊരു പരിഹാരമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നത്? ഇന്ത്യ എങ്ങനെ തയ്യാറെടുക്കണം? ഓക്കെ. ലേഖനം ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഈ മോഡേണൈസേഷൻ പ്ലാനുകൾ, അത് ഭാവിയെ മുന്നിൽ കണ്ട് ഒന്നുകൂടി പരിശോധിക്കണം. നാളത്തെ യുദ്ധം എങ്ങനെയായിരിക്കുമെന്ന് നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. ശരി. 2, ഈ എസിമെട്രിക് വാർഫെയർ കപ്പാസിറ്റി കൂട്ടണം. അതായത് ഡ്രോണുകൾ, സൈബർ ആയുധങ്ങൾ പോലുള്ളവ, ശത്രുവിന്റെ അംഗബലത്തെ മറികടക്കാൻ പറ്റുന്ന തരം ടെക്നോളജികൾ, അതിൽ കൂടുതൽ നിക്ഷേപം വേണം. തദ്ദേശീയ ഉൽപ്പാദനത്തിന്റെ കാര്യത്തിലോ? അത് വേഗത്തിലാക്കണം, പക്ഷെ അത് കറക്റ്റ് ഏരിയകളിലായിരിക്കണം. ഭാവിയുടെ ടെക്നോളജികളിൽ ഫോക്കസ് ചെയ്യണം. വെറുതെ പഴയതുണ്ടാക്കിയിട്ട് കാര്യമില്ല. പിന്നെ DRDOയും പ്രൈവറ്റ് സെക്ടറും തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, അത് കൂട്ടണം. സൈനിക തന്ത്രങ്ങളുടെ കാര്യത്തിലോ? അതും മാറണം. കര, കടൽ, ആകാശം എന്നതുകൂടാതെ സൈബർ സ്പേസ്, ഇതിനെയൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു മൾട്ടി ഡൊമെയിൻ യുദ്ധരീതിയിലേക്ക് നമ്മൾ മാറണം. നെറ്റ്വർക്ക് സെൻട്രിക് രീതികൾക്കനുസരിച്ച് നമ്മുടെ ടാക്ടിക്സ് മാറ്റിയെഴുതണം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു വിശകലനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ആധുനിക യുദ്ധതന്ത്രങ്ങൾ എങ്ങനെ മാറുന്നു, ഇന്ത്യയുടെ മുന്നിലുള്ള വെല്ലുവിളികൾ, സാധ്യതകൾ, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഏകദേശ ധാരണ കിട്ടിക്കാണും. സാങ്കേതികവിദ്യ യുദ്ധത്തിന്റെ നിയമങ്ങൾ മാറ്റിയെഴുതുമ്പോൾ
അതിനനുസരിച്ച് മാറാനും മുന്നേറാനും ഇന്ത്യക്ക് കഴിയുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കേണ്ടത്. അപ്പോൾ നമ്മൾ കണ്ടത് ടെക്നോളജി യുദ്ധത്തിന്റെ ഗതി മാറ്റുന്നു എന്നാണ്. പക്ഷേ ഒരു ചോദ്യം ബാക്കിയുണ്ട്. ഒരു യുദ്ധം ജയിക്കാൻ ടെക്നോളജി മാത്രം മതിയോ? അതോ പട്ടാളക്കാരുടെ ആ ഒരു നിശ്ചയദാർഢ്യം, തന്ത്രപരമായ മിടുക്ക്, ഇതൊക്കെ ഇപ്പോഴും ഏറ്റവും പ്രധാനപ്പെട്ടതാണോ? ഇതിനെക്കുറിച്ച് നിങ്ങൾക്കും ആലോചിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. നമ്മൾ ഇന്ന് കുറച്ച് ആഴത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് മൃഗങ്ങളിലെ പരീക്ഷണം, നൈതികതയും ശാസ്ത്രവും എന്ന വിഷയത്തെക്കുറിച്ചാണ്. കയ്യിലുള്ള ലേഖനത്തെ അടിസ്ഥാനമാക്കി ഇതിലെ പ്രധാന കാര്യങ്ങൾ, പിന്നെ ഈ നൈതികതയുടെ പ്രശ്നങ്ങൾ, പുതിയ ശാസ്ത്രീയ ബദലുകൾ, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. തീർച്ചയായും ഇത് UPSC പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം കൂടിയാണ്. അതെങ്ങനെയാണ് പ്രസക്തമാവുന്നത്? പ്രിലിംസ് നോക്കുകയാണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി, അതിൽ ബയോടെക്നോളജി, ടിഷ്യൂ എഞ്ചിനീയറിംഗ് പോലുള്ള കാര്യങ്ങൾ. പിന്നെ ഇന്ത്യൻ പോളിറ്റി, പ്രത്യേകിച്ച് മൃഗങ്ങളോടുള്ള ക്രൂരത തടയൽ നിയമം, 1960 നിയമം, പരിസ്ഥിതി ഭാഗത്തും വരാം. ഓ ശരി. മെയിൻസിലോ? മെയിൻസിൽ GS പേപ്പർ 3 സയൻസ് ആൻഡ് ടെക്, പിന്നെ GS പേപ്പർ 4 അതായത് എത്തിക്സ്. അവിടെയും ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. ഓക്കെ. അപ്പോൾ ലേഖനത്തിലേക്ക് വന്നാൽ ഇത് തുടങ്ങുന്നത് തന്നെ ഒരു ധാർമ്മിക വാദത്തോടെയാണ്, അല്ലേ? പരീക്ഷണശാലകളിലെ മൃഗങ്ങളുടെ കഷ്ടപ്പാടുകൾ അത് അവസാനിപ്പിക്കണമെന്നൊക്കെ പറയുന്നു. അതെ, അതൊരു പ്രധാന പോയിന്റാണ്. മൃഗങ്ങൾക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു പരിഗണന. പക്ഷെ അതോടൊപ്പം തന്നെ ശരിക്കും ശാസ്ത്രീയമായ ചില സംശയങ്ങളും ഈ ലേഖനം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതെന്താണ്? അതായത് നമ്മൾ മൃഗങ്ങളിൽ ഒരു മരുന്ന് പരീക്ഷിച്ച് വിജയിച്ചു എന്ന് കരുതുക, അത് അതേപോലെ മനുഷ്യരിൽ പ്രവർത്തിക്കുമോ? ഈ ഒരു ചോദ്യം. പലപ്പോഴും ഇതിന്റെ ഒരു സക്സസ് റേറ്റ് കുറവാണ്. അപ്പോ ആ പരീക്ഷണങ്ങളുടെ ഒരു ശാസ്ത്രീയ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ഈ ബദൽ മാർഗങ്ങളുടെ കാര്യം വരുന്നത്. ടിഷ്യൂ എഞ്ചിനീയറിംഗ്, റീജനറേറ്റീവ് മെഡിസിൻ എന്നൊക്കെ ലേഖനത്തിൽ പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഉവ്വ്. എന്താണ് അതുകൊണ്ട് ലളിതമായിട്ട് ഉദ്ദേശിക്കുന്നത്? ലാബിൽ അവയവം വളർത്തുന്നതോ മറ്റോ ആണോ? ഏകദേശം അതെ. അതായത് മനുഷ്യന്റെ കോശങ്ങൾ ഉപയോഗിച്ച് ലാബിൽ ചെറിയ ടിഷ്യൂകൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓർഗൻസ് ഓൺ എ ചിപ്പ് എന്നൊക്കെ പറയും. ശരീരത്തിന് പുറത്തുള്ള ഇത്തരം മോഡലുകൾ, എക്സ് കോർപ്പോറെ മോഡൽസ്. ഓ, അപ്പോ അതിൽ പരീക്ഷണം നടത്താം. അതെ, അതിൽ മരുന്നുകൾ പരീക്ഷിക്കുമ്പോൾ ഒരുപക്ഷേ മനുഷ്യരിൽ എങ്ങനെ പ്രതികരിക്കും എന്നതിനെക്കുറിച്ച് കൂടുതൽ കൃത്യമായ വിവരം കിട്ടും. മൃഗങ്ങളെ ഒഴിവാക്കുകയും ചെയ്യാം. ഇത് വലിയൊരു മാറ്റം തന്നെയാണല്ലോ. പക്ഷേ നിലവിലുള്ള നിയമങ്ങൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? നേരത്തെ പറഞ്ഞ 1960 നിയമം. അവിടെയാണൊരു പ്രശ്നം. 1960 പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് ആക്ട് അത്യാവശ്യം നല്ല നിയമമാണെങ്കിലും അത് പരീക്ഷണങ്ങളെ പൂർണ്ണമായി നിരോധിക്കുന്നില്ല, നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത്. ചാപ്റ്റർ 4 ആണ് പരീക്ഷണങ്ങളെപ്പറ്റി പറയുന്നത്. അപ്പോൾ ലേഖനം പറയുന്നത് ഈ നിയമം ഒന്ന് ഭേദഗതി ചെയ്യണം, എന്നിട്ട് സാധ്യമാകുന്നിടത്തൊക്കെ ഈ ബദൽ മാർഗങ്ങൾ നിർബന്ധമാക്കണം. ഈ 3R തത്വം എന്ന് കേട്ടിട്ടുണ്ട്. റീപ്ലേസ്മെന്റ്, റിഡക്ഷൻ, റിഫൈൻമെന്റ്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മൃഗപരീക്ഷണങ്ങളുടെ കാര്യത്തിൽ ലോകം മുഴുവൻ അംഗീകരിച്ച ഒരു തത്വമാണത്. റീപ്ലേസ്മെന്റ്, അതായത് മൃഗങ്ങൾക്ക് പകരം ബദലുകൾ ഉപയോഗിക്കുക. റിഡക്ഷൻ, മൃഗങ്ങളുടെ എണ്ണം കുറയ്ക്കുക. റിഫൈൻമെന്റ്, വേദന കുറയ്ക്കുന്ന രീതിയിൽ പരീക്ഷണങ്ങൾ പരിഷ്കരിക്കുക. ഈ ലേഖനം പ്രധാനമായും ഊന്നുന്നത് റീപ്ലേസ്മെന്റിലാണല്ലേ, പൂർണ്ണമായി ഒഴിവാക്കുന്നതിൽ. അതെ, പൂർണ്ണമായി ഒഴിവാക്കുന്നതിൽ. ഇനി ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ നമുക്ക് മൃഗങ്ങളോട് അനുകമ്പ കാണിക്കണമെന്നത് ഭരണഘടനയിൽ തന്നെയുണ്ട്. ആർട്ടിക്കിൾ 51AG. പൗരന്റെ കടമയാണ്. അതെ, പക്ഷെ മറുഭാഗത്ത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ കെമിക്കൽ ഇൻഡസ്ട്രി അവർ മൃഗപരീക്ഷണങ്ങളെ ആശ്രയിക്കുന്നുമുണ്ട്. അതൊരു വൈരുദ്ധ്യം പോലെ തോന്നുന്നു. ശരിയാണ്. പക്ഷേ ഇവിടെ ഇന്ത്യക്കൊരു അവസരമുണ്ട്. ഈ ബയോടെക്നോളജി, ടിഷ്യൂ എഞ്ചിനീയറിംഗ് ഫീൽഡിൽ നമുക്ക് ശരിക്കും ഒരു ലീഡർഷിപ്പ് എടുക്കാൻ പറ്റും. ഓ, അതെങ്ങനെ? നമ്മൾ 2014 സൗന്ദര്യവർദ്ധക വസ്തുക്കൾക്ക് മൃഗങ്ങളെ പരീക്ഷിക്കുന്നത് നിർത്തിയില്ലേ? അതൊരു നല്ല തുടക്കമാണ്. അതുപോലെ ഈ പുതിയ ടെക്നോളജികൾ, ടിഷ്യൂ എഞ്ചിനീയറിംഗ് പോലുള്ളവ, അതിൽ കൂടുതൽ നിക്ഷേപം നടത്തി, ഗവേഷണം നടത്തി നമുക്ക് ലോകത്തിന് തന്നെ മാതൃകയാവാം. പക്ഷേ ഇതിന് വെല്ലുവിളികളുണ്ടാവില്ലേ? ഈ പുതിയ രീതികള്, അവയുടെ വിശ്വാസ്യത, ചെലവ്. ഉണ്ട്, തീർച്ചയായും വെല്ലുവിളികളുണ്ട്. ചില കോംപ്ലക്സ് ആയ മരുന്നുകൾക്ക് ഇപ്പോഴും മൃഗങ്ങളെ വേണമെന്ന് പറയുന്നവരുണ്ട്. പിന്നെ ഈ ബദൽ മാർഗങ്ങൾക്ക് തുടക്കത്തിൽ ചിലപ്പോൾ ചെലവ് കൂടുതലായിരിക്കും.
അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ റെഗുലേറ്ററി ബോഡികളും ഇത് പൂർണ്ണമായി അംഗീകരിച്ചിട്ടുമില്ല. ഉം. അപ്പൊ അതൊക്കെ മറികടക്കണം. അതെ. അപ്പോ ഇന്ത്യ മുന്നോട്ട് വെക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാവും ഒരു പ്രായോഗികമായ രീതിയിൽ? ഒറ്റയടിക്ക് നിർത്താൻ പറ്റില്ലായിരിക്കും. ഘട്ടം ഘട്ടമായിട്ട് ഫേസ്ഡ് മാനറിൽ മൃഗപരീക്ഷണം കുറച്ചുകൊണ്ടുവരണം. 1960 നിയമം ഭേദഗതി ചെയ്യണം. ബദലുകൾ നിർബന്ധമാക്കണം. ഗവേഷണത്തിന് പ്രോത്സാഹനം. തീർച്ചയായും R&Dക്ക് നല്ല സപ്പോർട്ട് കൊടുക്കണം. സർക്കാർ മുൻകൈ എടുക്കണം. 3R തത്വം അത് കർശനമായി നടപ്പാക്കണം. പിന്നെ വിദ്യാഭ്യാസത്തിലും മാറ്റം വരണം. ഈ ഡിസെക്ഷൻ ഒക്കെ ഒഴിവാക്കി ഡിജിറ്റൽ മോഡലുകൾ, സിമുലേഷനുകളൊക്കെ കൂടുതൽ ഉപയോഗിക്കണം. നിയമം മാത്രം പോരല്ലോ, ഒരു മനോഭാവം മാറേണ്ടതില്ലേ ശാസ്ത്രജ്ഞരുടെ ഇടയിൽ, കമ്പനികളുടെ ഇടയിൽ? അതാണ് ഏറ്റവും പ്രധാനം. ശരിക്കും നിയമം കൊണ്ട് മാത്രം കാര്യമില്ല. ശാസ്ത്രജ്ഞർ, കമ്പനികൾ, റെഗുലേറ്റർമാർ, പൊതുജനങ്ങൾ എല്ലാവരും ഇതിന്റെ ആവശ്യകത മനസ്സിലാക്കണം. ആ ഒരു മാറ്റം വന്നാലേ ഇത് പൂർണ്ണമാവൂ. ശരിയാണ്. അപ്പോ ഈ വിഷയത്തിലെ നമ്മുടെ ഈ ഒരു വിശദമായ നോട്ടം ഇവിടെ നിർത്താം. നിങ്ങൾക്ക്, കേൾക്കുന്നവർക്ക് ഒന്ന് ആലോചിക്കാനൊരു കാര്യം തരാം. ഈ പറയുന്ന ബദൽ സാങ്കേതിക വിദ്യകൾ, ലാബിലെ ടിഷ്യൂകളും ഓർഗൻ ഷിപ്പുകളുമൊക്കെ സാധാരണമാകുമ്പോൾ അത് മനുഷ്യരിൽ നമ്മൾ നടത്തുന്ന മരുന്നു പരീക്ഷണങ്ങളെ, അതായത് ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽസിനെ എങ്ങനെയായിരിക്കും ഭാവിയിൽ മാറ്റുക? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. വളരെ നല്ലൊരു ചോദ്യമാണത്. ചിന്തിക്കേണ്ട വിഷയം തന്നെ. അപ്പോൾ നമുക്കിനി അടുത്തതായി ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ എന്താ പറയുക, സ്വച്ഛ സർവേക്ഷണെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. ഇന്ത്യയിലെ നഗരശുചിത്വത്തെക്കുറിച്ചും അതിന്റെ പുതിയ കണ്ടെത്തലുകൾ, വെല്ലുവിളികൾ, ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ സംസാരിക്കാം. ശരിയാണ്. പിന്നെ നിങ്ങൾ UPSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആളാണെങ്കിൽ ഈ വിഷയം എന്തായാലും ഓർത്തുവെക്കണം. പ്രിലിംസിൽ ഗവേണൻസ്, പരിസ്ഥിതി ഭാഗത്തും മെയിൻസിൽ GS പേപ്പർ 2 സർക്കാർ നയങ്ങൾ, തദ്ദേശ സ്വയംഭരണം, പിന്നെ GS പേപ്പർ 3 പരിസ്ഥിതി, അടിസ്ഥാന സൗകര്യം, അവിടെയൊക്കെ ഇത് വരും. വളരെ പ്രധാനപ്പെട്ടതാണ്. ശരി, അപ്പൊ തുടങ്ങാമല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ശുചിത്വ സർവേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണപ്പോ ഈ പുതിയ വിശേഷങ്ങൾ? ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായി 1-ാം സ്ഥാനത്ത് വരുന്നില്ലേ ഇൻഡോർ, സൂറത്ത്, നവി മുംബൈ? സ്ഥിരം കേൾക്കുന്ന പേരുകൾ. അതെ. അവർക്ക് വേണ്ടി ഈ വർഷം സൂപ്പർ സ്വച്ഛ് ലീഗ് എന്ന് പറഞ്ഞ് ഒരു പുതിയ കാറ്റഗറി തുടങ്ങി. ഓഹോ, അതെന്തിനാ? അതൊരു നല്ല കാര്യമാ. കാരണം മറ്റുള്ള വലിയ നഗരങ്ങളിലെ അഹമ്മദാബാദ്, ഭോപ്പാൽ, ലക്നൗ പോലുള്ളവ, അതായത് 10 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ളവ, അവർക്ക് മുൻനിരയിലേക്ക് വരാൻ ഇതൊരു അവസരം കൊടുത്തു. കൂടുതൽ നഗരങ്ങൾക്ക് ഒരു അംഗീകാരം കിട്ടാൻ ഇത് സഹായിച്ചു എന്ന് പറയാം. അത് കൊള്ളാം. ഈ വർഷത്തെ തീം കുറയ്ക്കുക, പുനരുപയോഗിക്കുക, പുനർചംക്രമണം ചെയ്യുക, RRR എന്നാണല്ലോ പറഞ്ഞത്. അതിന്റെ ഒരു പ്രതിഫലനം കാണുന്നുണ്ടോ ഈ സർവേയിൽ? തീർച്ചയായും. ഈ RRR തത്വങ്ങളില്ലേ, അത് ശരിക്കും പ്രയോഗത്തിൽ വരുത്തിയ നല്ല ഉദാഹരണങ്ങൾ കാണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോ ഇൻഡോർ എടുക്കാം. അവിടെ മാലിന്യം ഉറവിടത്തിൽ വെച്ച് തന്നെ 6ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. 6ആയിട്ടോ? അതെ. പിന്നെ സൂറത്ത്, അവര് മലിനജലം ശുദ്ധീകരിച്ചിട്ട് അത് ഇൻഡസ്ട്രീസിന് വിറ്റു വരുമാനം ഉണ്ടാക്കുന്നു. കൊള്ളാം. അതുപോലെ വിശാഖപട്ടണം, അവിടെ ഒരു വലിയ മാലിന്യ കൂമ്പാരം ഉണ്ടായിരുന്നു വർഷങ്ങളായിട്ടുള്ളത്. ലെഗസി വേസ്റ്റ് എന്ന് പറയും. കേട്ടിട്ടുണ്ട്. അതവര് മുഴുവനായിട്ട് സംസ്കരിച്ച് ഒരു ഈക്കോ പാർക്കാക്കി മാറ്റി. ബയോ റെമഡിയേഷനൊക്കെ ഉപയോഗിച്ചിട്ടാണത് ചെയ്തത്. എന്താണ് ഈ ബയോ റെമഡിയേഷൻ? അതെ, സൂക്ഷ്മാണുക്കളില്ലേ, മൈക്രോബ്സ്, അവയെ ഉപയോഗിച്ച് മാലിന്യം നിർവീര്യമാക്കുന്ന അല്ലെങ്കിൽ ശുദ്ധീകരിക്കുന്ന ഒരു രീതിയാണ്. ഓക്കേ, ഇതൊക്കെ കേൾക്കുമ്പോൾ നല്ല കാര്യങ്ങളാണ്. പക്ഷേ എല്ലാ റിപ്പോർട്ടുകളും അത്ര ശുഭകരമല്ല എന്നും പറയുന്നുണ്ടല്ലോ. ശരിയാണ്. കുറച്ച് പ്രധാന വെല്ലുവിളികൾ ഇപ്പോഴുമുണ്ട്. ഒന്ന്, ഈ മാലിന്യത്തിൽ നിന്ന് സമ്പത്ത്, അതായത് വേസ്റ്റ് ടു വെൽത്ത് എന്ന ആശയം, അത് പൂർണ്ണമായിട്ട് വിജയിച്ചുവെന്ന് പറയാൻ പറ്റില്ല. അതായത് മാലിന്യം സംസ്കരിച്ചു വരുമാനമുണ്ടാക്കുന്ന പദ്ധതികൾ എത്രത്തോളം സാമ്പത്തികമായി ലാഭകരമാവും എന്ന കാര്യത്തിൽ പ്രൈവറ്റ് കമ്പനികൾക്ക് ഇപ്പോഴും സംശയങ്ങളുണ്ട്. ശരി. രണ്ടാമതോ? രണ്ടാമത്തെ പ്രധാന കാര്യം, നമുക്ക് വെളിയിട വിസർജനമില്ലേ, ഓപ്പൺ ഡെഫെക്കേഷൻ. അതുപോലെ മാലിന്യം എവിടെ പപ്പാലോ വലിച്ചെറിയുന്ന ശീലം. അതിപ്പോഴും വലിയ പ്രശ്നമാണ്. അതെ. അതിനെതിരെ ശക്തമായൊരു ജനകീയ മുന്നേറ്റം, ഒരു ബിഹേവിയറൽ ചേഞ്ച്, അത് ഇനിയും വേണ്ടത്ര വന്നിട്ടില്ല. ശരിയാണ്. നമ്മൾ റോഡരികിലൊക്കെ ഇപ്പോഴും കാണുന്ന കാഴ്ചയാണല്ലോ അത്. അതുപോലെ നഗരസഭകള്, അതായത് ULBകള്, അവരുടെ കാര്യക്ഷമത,
പ്രത്യേകിച്ച് ഈ മാലിന്യം വേർതിരിക്കാനും സംസ്കരിക്കാനുമുള്ള ശേഷി അത് പലയിടത്തും കൂട്ടേണ്ടതുണ്ട്. ലെഗസി വേസ്റ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. അതും വലിയ വെല്ലുവിളിയല്ലേ? തീർച്ചയായും. ഈ വർഷങ്ങളായിട്ട് കുന്നുകൂടി കിടക്കുന്ന മാലിന്യം അത് കൈകാര്യം ചെയ്യുന്നത് എളുപ്പമല്ല. ആഗ്രയിലെ കുബേർപൂരിൽ ചെയ്ത പോലെ ബയോമൈനിംഗ് ഒക്കെ കൂടുതൽ സ്ഥലങ്ങളിൽ വേണം. ബയോമൈനിംഗ് അതെന്താണ്? അതായത് ഈ പഴയ മാലിന്യം കുഴിച്ചെടുത്തിട്ട് അതിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ, ചിലപ്പോൾ മണ്ണായിരിക്കാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്, മെറ്റൽ, അതൊക്കെ വേർതിരിച്ചെടുക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ. അപ്പോ ശരിക്കും ഈ സ്വച്ഛ് സർവേക്ഷൺ എന്ന സംവിധാനം എന്തിനാണ്? അതിന്റെ ഒരു പ്രധാന ലക്ഷ്യം എന്താണ്? ഇത് കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം, അതായത് മൊഹുവ, എല്ലാ വർഷവും നടത്തുന്ന ഒരു സർവേയാണ്. വാർഷിക സർവേ. അതെ. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ SBMU അതിന്റെ ഭാഗമായിട്ട് നഗരങ്ങളിലെ ശുചിത്വ നിലവാരം എങ്ങനെയുണ്ട് എന്ന് നോക്കുക. ഓക്കെ. പിന്നെ നഗരങ്ങൾ തമ്മിൽ ഒരു ആരോഗ്യകരമായ മത്സരമുണ്ടാക്കുക. അതാണ് പ്രധാന ലക്ഷ്യങ്ങൾ. ഈ മത്സരം നല്ലതാണോ? ഒരു പരിധിവരെ നല്ലതാണ്. കാരണം റാങ്ക് മെച്ചപ്പെടുത്താൻ വേണ്ടി നഗരങ്ങൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ RRR, അതുപോലെ ചാക്രിക സമ്പദ്വ്യവസ്ഥ, സർക്കുലാർ ഇക്കോണമി, അതായത് മാലിന്യത്തെ ഒരു വേസ്റ്റായി കാണാതെ ഒരു വിഭവമായി കണ്ട് വീണ്ടും ഉപയോഗിക്കുന്ന രീതി, അതൊക്കെ പ്രോത്സാഹിപ്പിക്കാനും ഇത് ലക്ഷ്യമിടുന്നുണ്ട്. ശരി. ഇനിയിപ്പോ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഈ സർവേയുടെ പ്രാധാന്യം എന്താണ്? ഇതൊരു പ്രധാനപ്പെട്ട ഗവേണൻസ് ടൂളാണ്. ഓർക്കണം, ഇന്ത്യയിലെ നഗരങ്ങൾ ഒരു ദിവസം ഏകദേശം 1.5 ലക്ഷം ടൺ ഖരമാലിന്യമാണുണ്ടാക്കുന്നത്. 1.5 ലക്ഷം ടൺ? അതെ. അപ്പോ ഇത് കൈകാര്യം ചെയ്യാനുള്ള ഒരു വലിയ സംവിധാനത്തിന്റെ ഭാഗമാണിത്. പിന്നെ ഇത് നഗരങ്ങൾക്കിടയിൽ ഒരുതരം മത്സരാത്മകവും സഹകരണപരവുമായ ഫെഡറലിസം വളർത്തുന്നുണ്ട്. അതെങ്ങനെയാണ്? അതായത് റാങ്കിങ്ങിനു വേണ്ടി മത്സരിക്കുന്നതിനൊപ്പം തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നഗരങ്ങളുടെ മാതൃകകൾ മറ്റുള്ളവർക്ക് പഠിക്കാനും പകർത്താനും ഇത് അവസരം നൽകുന്നു. പരസ്പരം സഹായിക്കാനും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇതിന്റെ ഒരു വിജയങ്ങളും ഇപ്പോഴത്തെ വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് പറയാമോ? വിജയങ്ങൾ: 1. നഗരങ്ങൾക്കിടയിൽ ശുചിത്വത്തെക്കുറിച്ച് ഒരു മത്സരം വന്നു. 2. പുതിയ നഗരങ്ങൾക്ക് മുന്നോട്ട് വരാൻ സൂപ്പർ ലീഗ് പോലുള്ള കാര്യങ്ങൾ അവസരം നൽകി. ശരി. പിന്നെ ഇൻഡോർ, സൂറത്ത് പോലുള്ള നല്ല മാതൃകകൾ മറ്റുള്ളവർക്കൊരു പ്രചോദനമായി. ശുചിത്വത്തെക്കുറിച്ച് കൂടുതൽ ഡാറ്റ കിട്ടി. നഗരസഭകളുടെ ഒരു ഉത്തരവാദിത്വം കൂടി. ഓക്കെ. വെല്ലുവിളികളോ? വെല്ലുവിളികൾ: നേരത്തെ പറഞ്ഞ പോലെ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറിയിട്ടില്ല. വേസ്റ്റ് ടു വെൽത്ത് പദ്ധതികൾ ശരിക്കും ലാഭകരമാണോ എന്നതിൽ സംശയങ്ങളുണ്ട്. പല നഗരസഭകൾക്കും ഇതിനൊക്കെയുള്ള കാര്യശേഷി കുറവാണ്, സാമ്പത്തികമായും സാങ്കേതികമായും. പിന്നെ പ്ലാസ്റ്റിക് മാലിന്യം, മാലിന്യം അതൊക്കെ സംസ്കരിക്കുന്നത് ഇപ്പോഴും വലിയ പ്രശ്നമാണ്. അതെ. അപ്പം ഇനി മുന്നോട്ട് പോകാൻ എന്താണ് ഒരു വഴി? എന്തൊക്കെ ചെയ്യാം? ചില കാര്യങ്ങൾ ചെയ്യാം. 1. ഈ ഉയർന്ന റാങ്കുള്ള നഗരങ്ങളില്ലേ, അവർ പിന്നിലുള്ള നഗരങ്ങളെ ഒന്ന് സഹായിക്കണം, ഒരു മെന്റർഷിപ്പ് പോലെ. അത് നല്ല ആശയമാണ്. പിന്നെ വേസ്റ്റ് ടു വെൽത്ത് പദ്ധതികളിൽ സ്വകാര്യ പങ്കാളിത്തം കൂട്ടാൻ കൂടുതൽ ഇൻസെന്റീവ് കൊടുക്കണം. ശരി. നഗരസഭകളെ സാമ്പത്തികമായും സാങ്കേതികമായും സഹായിക്കണം, ശക്തിപ്പെടുത്തണം. പിന്നെ ഏറ്റവും പ്രധാനം, ശുചിത്വം എന്നത് ഒരു റാങ്കിങ്ങിനു വേണ്ടി മാത്രമല്ല, അതൊരു ശീലമാവണം. അതിന് തുടർച്ചയായ ബോധവൽക്കരണം വേണം. അപ്പോ ഈ സ്വച്ഛ് സർവേക്ഷൺ തീർച്ചയായും നഗരശുചിത്വത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാലും ജനങ്ങളുടെ മനോഭാവം മാറ്റുന്നതിലും ഈ മാലിന്യ സംസ്കരണം ഒരു സാമ്പത്തിക വിജയമാക്കുന്നതിലും ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട്. ശരിയാണ്. സർക്കാരും ജനങ്ങളും സ്വകാര്യ മേഖലയുമൊക്കെ ഒരുമിച്ച് തുടർച്ചയായി പ്രവർത്തിക്കേണ്ട ഒരു വിഷയമാണിത്, അല്ലേ? അതെ. വെളിയിട വിസർജനത്തിനെതിരെ നമ്മൾ നേടിയ വിജയം, അതുപോലൊരു സാമൂഹിക മാറ്റം ഈ മാലിന്യം കുറയ്ക്കുന്നതിലും വലിച്ചെറിയാതിരിക്കുന്നതിലും എങ്ങനെ കൊണ്ടുവരാൻ പറ്റും? അതൊരു വലിയ ചോദ്യമായിട്ടിപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. ശരിയാണ്. ആ ചോദ്യം നമുക്കിവിടെ നിർത്താം. ഇനി നമുക്ക് ദി ഹിന്ദു പത്രത്തിൽ നിന്നുള്ള മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. അതെ. രാഷ്ട്രപതിയുടെ ഉപദേശക റഫറൻസും പിന്നെ നമ്മുടെ ജുഡീഷ്യറിയുടെ അധികാരവും. പ്രത്യേകിച്ചും ഈ സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾക്ക് ഗവർണർമാർ അംഗീകാരം നൽകുന്നതിൽ വരുന്ന താമസം. ആ ഒരു വിഷയമാണ് നമ്മൾ നോക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം. അതെ. ഗവർണറുടെ അധികാരം രാഷ്ട്രപതിയുടെ ഉപദേശക റഫറൻസ് എന്ന ഒരു ലേഖനത്തിലെ വിവരങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്.
ഇതിലെ ഒരു കാതലായ ചോദ്യം അല്ലെങ്കിൽ നമ്മൾ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന ചോദ്യം ഇതാണ്. ഈ ബില്ലുകളിലൊക്കെ തീരുമാനമെടുക്കാൻ ഗവർണർമാർക്കോ രാഷ്ട്രപതിക്കോ ഒരു സമയപരിധി വെക്കാൻ കോടതികൾക്ക് അധികാരമുണ്ടോ? അതൊരു വലിയ ചോദ്യമാണ്. പ്രത്യേകിച്ച് ഈ ഉപദേശക അധികാരം ആർട്ടിക്കിൾ 143, 200, 201 വരാം. ശരിയാണ്. മെയിൻസിനാണെങ്കിൽ GS പേപ്പർ 2-വിൽ ഈ അധികാര വിഭജനം, എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി ബന്ധങ്ങൾ, ഫെഡറൽ ഘടനയിലെ പ്രശ്നങ്ങൾ ഇതിന്റെയൊക്കെ ഭാഗമായി ചോദിക്കാവുന്നതാണ്. വളരെ റെലവന്റ് ആണ്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ സംസ്ഥാന ബില്ലുകളിൽ ഗവർണർ തീരുമാനമെടുക്കാൻ വൈകുന്നത് സംബന്ധിച്ച് കോടതിക്ക് എന്ത് പങ്കാണുള്ളത് എന്നതിലാണ് രാഷ്ട്രപതി ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143(1) പ്രകാരം സുപ്രീം കോടതിയോട് ഉപദേശം തേടിയിരിക്കുന്നത്. അതെ, ഇതൊരു പ്രസിഡൻഷ്യൽ റഫറൻസ് എന്ന് പറയും. 5-അംഗ ബെഞ്ചാണല്ലേ, ഭരണഘടനാ ബെഞ്ച്. അതെ, 5-അംഗ ഭരണഘടനാ ബെഞ്ചാണിത് പരിഗണിക്കുന്നത്. ഇതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു കേസിൽ ഗവർണർ ബില്ലുകൾ ഒത്തിരി വൈകിപ്പിച്ചു. അപ്പോ ആ ബില്ലുകൾക്ക് അനുമതി ലഭിച്ചതായി കണക്കാക്കാം. അതായത് ഡീംഡ് അസന്റ് എന്ന് സുപ്രീം കോടതിയുടെ ഒരു 2-അംഗ ബെഞ്ച് നിരീക്ഷിച്ചിരുന്നു. ഓഹോ. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ രാഷ്ട്രപതി ഈ വിഷയത്തിൽ കൂടുതൽ വ്യക്തത തേടിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അടിസ്ഥാന കാര്യം ആർട്ടിക്കിൾ 143 പ്രകാരമുള്ള സുപ്രീം കോടതിയുടെ ഉപദേശം. അത് നിയമപരമായി സർക്കാരിന് ബാധകമല്ല, നോട്ട് ലീഗലി ബൈൻഡിംഗ്. ഓക്കെ, അത് പ്രധാനമാണ്. അതെ, ഇത് കോടതിയുടെ ഉപദേശക അധികാരപരിധിയിൽ, അതായത് അഡ്വൈസറി ജൂറിസ്ഡിക്ഷനിൽ വരുന്ന ഒന്നാണ്. സാധാരണ നമ്മൾ കാണുന്ന തർക്കങ്ങളിൽ കോടതി വിധി പറയുന്ന അധികാരപരിധി, അഡ്ജുഡിക്കേറ്ററി ജൂറിസ്ഡിക്ഷൻ, അത് വേറെയാണ്. ശരി. ആർട്ടിക്കിൾ 141 പ്രകാരം അത്തരം വിധികളാണ് രാജ്യത്തെ മറ്റ് കോടതികൾക്ക് ബാധകമാകുന്നത്. ബൈൻഡിംഗ് പ്രസിഡന്റ് എന്ന് പറയും. ഓക്കെ. അപ്പോ ഒരു കോടതി വിധി ശരിക്കും പുനഃപരിശോധിക്കാൻ ആർട്ടിക്കിൾ 143 ഒരു മാർഗമല്ല. അതിന് റിവ്യൂ ഹർജികൾ തന്നെയാണ് വഴി. ശരി. എങ്കിലും ഈ തമിഴ്നാട് കേസിലെ വിധിയുടെ ആ അടിസ്ഥാന തത്വം മാറ്റാതെ തന്നെ ചില നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരുത്താൻ ഒരുപക്ഷെ ഈ ഉപദേശത്തിലൂടെ കോടതിക്ക് കഴിഞ്ഞേക്കും. അപ്പോ ഈ ചർച്ചയിൽ നിന്ന് UPSC പ്രിലിംസിന് തയ്യാറെടുക്കുന്ന നിങ്ങൾക്ക് ഓർത്തുവെക്കാവുന്ന ചില പ്രധാന ആശയങ്ങൾ. 1, ആർട്ടിക്കിൾ 143, അതായത് ഉപദേശക അധികാരം, അത് ബാധകമല്ല എന്നുള്ളത്. അതെ. പിന്നെ ആർട്ടിക്കിൾ 141, സുപ്രീം കോടതി വിധികൾ മറ്റ് കോടതികൾക്ക് ബാധകമാകുന്നത് അത് അഡ്ജുഡിക്കേറ്ററി ജൂറിസ്ഡിക്ഷനിൽ മാത്രമാണ്. കറക്റ്റ്. പിന്നെ ഗവർണറുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 200, ബില്ലുകളിലെ ഗവർണറുടെ അധികാരം. ആർട്ടിക്കിൾ 201, ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുന്ന ബില്ലുകളിലെ അധികാരങ്ങൾ. ഈ നമ്പറുകളും അവയുടെ വ്യത്യാസങ്ങളും ഓർത്തുവെക്കണം. തീർച്ചയായും. ഇനി ഇതിന്റെ ഒരു വലിയ ചിത്രം, അതായത് മെയിൻസ് പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഇത് ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തിലെ ഒരു പ്രധാന തർക്കവിഷയം തന്നെയാണ്. അതെ. പലപ്പോഴും കേന്ദ്ര സർക്കാരിന് അത്ര താൽപ്പര്യമില്ലാത്ത സംസ്ഥാന സർക്കാരുകളെ നിയന്ത്രിക്കാനായിട്ട് ഗവർണറുടെ ഓഫീസ് ഉപയോഗിക്കപ്പെടുന്നു എന്നൊരു വിമർശനം നിലവിലുണ്ട്. ശക്തമായിട്ടുണ്ട് ആ വിമർശനം. അതെ. ഈ ബില്ലുകൾക്ക് അനുമതി നൽകാതെ ഇങ്ങനെ അനിശ്ചിതമായി വെച്ചു താമസിപ്പിക്കുന്നതുവഴി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ പ്രവർത്തനം ഒരു തരത്തിൽ തടസ്സപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ശരിയാണ്. ഭരണഘടനയിൽ ഗവർണർക്ക് തീരുമാനമെടുക്കാൻ ഒരു സമയപരിധി കൃത്യമായി പറഞ്ഞിട്ടില്ല. അതാണിവിടെ ഒരു പ്രധാന പ്രശ്നം. ഇത് രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടാക്കുന്നു. ഇത് അധികാര വിഭജനത്തെക്കുറിച്ചുള്ള ഒരു ചർച്ച കൂടിയാണല്ലേ, സെപ്പറേഷൻ ഓഫ് പവേഴ്സ്. തീർച്ചയായും. ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള ആ ഒരു ബന്ധം, അതിന്റെ അതിർവരമ്പുകൾ, അതെല്ലാം ഇവിടെ വിഷയമാണ്. അപ്പോൾ ഈ വിഷയത്തിൽ രണ്ടു പക്ഷത്തിന്റെയും വാദങ്ങൾ എന്തൊക്കെയാണ്? എക്സിക്യൂട്ടീവ്, അതായത് സർക്കാർ പക്ഷം പറയുന്നത് കോടതികൾ ഇങ്ങനെ സമയപരിധി നിശ്ചയിച്ച് എക്സിക്യൂട്ടീവിന്റെ അധികാരത്തിൽ ഇടപെടരുത് എന്നാണ്. ഭരണഘടനയിൽ പറയാത്ത കാര്യങ്ങൾ കോടതി അടിച്ചേൽപ്പിക്കരുത്. ഈ ഡീംഡ് അസെന്റ് എന്നൊക്കെ പറയുന്നത് ജുഡീഷ്യൽ ഓവർ റീച്ചാണ്. അതായത് കോടതി അധികാര പരിധി ലംഘിക്കുന്നു എന്നൊക്കെയാണ് അവരുടെ വാദം. എന്നാൽ മറുവശത്ത് മുൻപ് കോടതിയെടുത്ത ഒരു നിലപാട് നമ്മൾ കണ്ടതാണല്ലോ. ഗവർണർക്ക് ഒരു ബില്ലിൽ തീരുമാനമെടുക്കാതെ അനന്തമായി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം അത് ജനഹിതത്തെ പരാജയപ്പെടുത്തുന്നതിന് തുല്യമാണ്. ഗവർണറുടെ അധികാരം ഏകപക്ഷീയമാകാതിരിക്കാൻ ജുഡീഷ്യൽ പരിശോധന, അതായത് ജുഡീഷ്യൽ റിവ്യൂ ആവശ്യമാണെന്നും കോടതി മുൻപ് പറഞ്ഞിട്ടുണ്ട്. ആർട്ടിക്കിൾ 142ന്റെ കാര്യം സൂചിപ്പിച്ചു. അതെ. ചില അസാധാരണ സാഹചര്യങ്ങളിൽ പൊതുതാൽപര്യം സംരക്ഷിക്കാൻ ആർട്ടിക്കിൾ 142 പോലുള്ള അധികാരങ്ങൾ ഉപയോഗിക്കാമെന്നും കോടതി മുൻപ് നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വാദങ്ങൾ തമ്മിലൊരു ടെൻഷൻ നിലവിലുണ്ട്. അപ്പോ ഇതിനൊരു പ്രായോഗിക പരിഹാരം എന്തായിരിക്കും? അത്ര എളുപ്പമല്ല അല്ലേ? ഒരു പ്രധാന കാര്യം,
ഈ ഭരണഘടനാപരമായ കീഴ്വഴക്കങ്ങൾ ശക്തിപ്പെടുത്തുക എന്നതാണെന്ന് തോന്നുന്നു. കോൺസ്റ്റിറ്റ്യൂഷണൽ കൺവെൻഷൻസ്. തീർച്ചയായും. അതായത് ഗവർണർമാർ രാഷ്ട്രീയത്തിനതീതമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കണം. ബില്ലുകളിൽ അനാവശ്യ കാലതാമസം വരുത്തരുത്. ഇതൊക്കെ ഒരു കീഴ്വഴക്കമായി മാറണം. ശരിയാണ്. എഴുതപ്പെട്ട നിയമം പോലെ തന്നെ പ്രധാനമാണ് ഇത്തരം കീഴ്വഴക്കങ്ങൾ. അതോടൊപ്പം സർക്കാരിയ കമ്മീഷൻ, പുഞ്ചി കമ്മീഷനൊക്കെ മുൻപ് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഓ, ശരിയാണ്. ബില്ലുകളിൽ ഗവർണർമാർ ഒരു ന്യായമായ സമയത്തിനുള്ളിൽ, ഒരുപക്ഷെ 6 മാസം പോലെ തീരുമാനമെടുക്കണം എന്ന് വ്യവസ്ഥ ചെയ്യുന്ന ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നതും ആലോചിക്കാവുന്നതാണ്. അതും ഒരു സാധ്യതയാണ്. ഇപ്പോ സുപ്രീംകോടതിയുടെ മുന്നിലുള്ള ഈ പ്രസിഡൻഷ്യൽ റെഫറൻസില് ഭരണഘടനാ ബെഞ്ചിന് ഒരുപക്ഷെ ഗവർണറുടെ പങ്കിനെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ സാധിച്ചേക്കും. അതെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഉപദേശം നിയമപരമായി ബാധകമല്ലെങ്കിൽ പോലും അതിന് വലിയൊരു ധാർമ്മികമായ സ്വാധീനമുണ്ടാകും, ഒരു മോറൽ വെയ്റ്റ്. ശരിയാണ്. അതൊരുപക്ഷേ ഈ രാഷ്ട്രീയപരവും ഭരണഘടനാപരവുമായ തർക്കങ്ങൾ കുറയ്ക്കാൻ സഹായിച്ചേക്കും. ആത്യന്തികമായി നമ്മുടെ ഫെഡറൽ സംവിധാനം സുഗമമായി പ്രവർത്തിക്കുക എന്നതാണല്ലോ ലക്ഷ്യം. വളരെ വ്യക്തമായി പറഞ്ഞു. അപ്പോ ഈ പ്രസിഡൻഷ്യൽ റെഫറൻസ് എന്ന് പറയുന്നത് കേവലം ഒരു നിയമപരമായ ചോദ്യം മാത്രമല്ല. അല്ല. ഇന്ത്യയുടെ ഫെഡറൽ ബാലൻസ്, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ പങ്ക്, അവ തമ്മിലുള്ള ബന്ധം, ഇതെല്ലാം ഉൾച്ചേർന്ന ഒരു വലിയ വിഷയമാണിത്. അതെ. നിങ്ങൾക്കിനി ആലോചിക്കാൻ വേണ്ടി ഒരു ചോദ്യം കൂടി ഞാൻ തരാം. പറയൂ. ഈ ഗവർണറുടെ പദവി പോലുള്ള കാര്യങ്ങളിൽ പലപ്പോഴും ഇത് രാഷ്ട്രീയപരമാണെന്നാണല്ലോ നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ളൊരു വിഷയത്തിൽ നിയമപരമായ വ്യക്തതകൾക്കോ കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾക്കോ എത്രത്തോളം ഒരു പ്രായോഗികമായ മാറ്റം കൊണ്ടുവരാൻ പറ്റും? നല്ല ചോദ്യമാണ്. ചിലപ്പോഴൊക്കെ നിയമങ്ങളെക്കാൾ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും കാലങ്ങളായി രൂപപ്പെട്ടുവന്ന ഭരണഘടനാപരമായ കീഴ്വഴക്കങ്ങളുമല്ലേ ഇതിനൊരു പരിഹാരം കാണാൻ കൂടുതൽ സഹായിക്കുക? എന്താണ് നിങ്ങൾ കരുതുന്നത്? തീർച്ചയായും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നിയമം, രാഷ്ട്രീയം, കീഴ്വഴക്കങ്ങൾ ഇവയെല്ലാം ചേർന്ന ഈ വിഷയം വളരെ സങ്കീർണമാണ്. എന്തായാലും ഇന്ന് നമ്മൾ ഗവർണറുടെ അധികാരം, രാഷ്ട്രപതിയുടെ ഉപദേശക റഫറൻസ് എന്ന ലേഖനത്തെ അടിസ്ഥാനമാക്കി ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്തു. ശരി, ഇനി നമുക്ക് അടുത്തതായി ദ ഹിന്ദു ദിനപത്രത്തിലെ മറ്റൊരു പ്രധാന വാർത്തയിലേക്ക് ശ്രദ്ധ തിരിക്കാം. അതെ. അപ്പം നമ്മളിന്ന് ആഴത്തിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ പങ്കുവച്ച ഒരു ലേഖനമാണ്. പ്ലാസ്റ്റിക് വ്യവസായത്തിന്റെ തന്ത്രങ്ങൾ, പുകയിലയുമായുള്ള സാമ്യവും ഇന്ത്യയിലെ സ്വാധീനവും. അതെ. UPSC പരീക്ഷ എഴുതുന്ന നിങ്ങൾക്കിത് വളരെ പ്രധാനപ്പെട്ടൊരു വിഷയം തന്നെയാണല്ലേ? തീർച്ചയായും. കാരണം പ്രിലിംസിൽ നോക്കുകയാണെങ്കിൽ പരിസ്ഥിതി ഭാഗത്ത് പ്ലാസ്റ്റിക് മലിനീകരണം, അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ഈ EPR, അതായത് വിപുലീകൃത നിർമ്മാതാവിന്റെ ഉത്തരവാദിത്തം, പിന്നെ ഇപ്പോൾ ചർച്ചയിലുള്ള ആഗോള പ്ലാസ്റ്റിക് ഉടമ്പടി, ഇതൊക്കെ വരാം. ശരി. പിന്നെ ഭരണ സംവിധാനത്തിൽ നമസ്തേ സ്കീം പോലെയുള്ളവ, സമ്പദ്വ്യവസ്ഥയിലാണെങ്കിൽ അനൗപചാരിക മേഖല, ഗ്ലോബൽ സൗത്ത്, അങ്ങനെ പലതുമായി ഇതിനെ ബന്ധിപ്പിക്കാം. മെയിൻസിലേക്കും ഇത് കണക്റ്റഡ് ആണല്ലേ? അതെ. GS പേപ്പർ 3 പരിസ്ഥിതി സംരക്ഷണം, മലിനീകരണം. അതെ, തീർച്ചയായും. അതുപോലെ GS പേപ്പർ 4 എത്തിക്സില് ഈ കോർപ്പറേറ്റ് തന്ത്രങ്ങൾ, തെറ്റിദ്ധരിപ്പിക്കൽ, ഉത്തരവാദിത്വത്തിൽ നിന്നൊഴിഞ്ഞുമാറുന്നത്, അതൊക്കെ നൈതിക പ്രശ്നങ്ങളായിട്ട് കണക്ട് ചെയ്യാം. അപ്പോ എന്താണ് ഈ ലേഖനത്തിന്റെ ഒരു കേന്ദ്രവാദം? എന്താണ് അവർ പ്രധാനമായും പറയുന്നത്? ഇതിലെ പ്രധാന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഈ പരിസ്ഥിതി പ്രവർത്തകർ പറയുന്നൊരു കാര്യമാണ്, പുകയില വ്യവസായമില്ലേ, അവർ അവരുടെ ഉൽപ്പന്നങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ മറച്ചുവെക്കാനും ശ്രദ്ധ തിരിക്കാനും ഉപയോഗിച്ച അതേ തന്ത്രങ്ങൾ. അതെ, അതുപോലത്തെ തന്ത്രങ്ങളാണ് പ്ലാസ്റ്റിക് വ്യവസായവും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ കാര്യത്തിൽ. ഇതൊരു എന്താ പറയാ, യാദൃശ്ചികമല്ല, പഠിച്ചെടുത്തൊരു പ്ലേബുക്ക് പോയാമെന്ന് തോന്നുന്നത്. ഓ, അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണല്ലോ. പുകയിലയുടെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ് ഇതിൻ്റെ ഒരു ഭീകരത. അപ്പം എന്തൊക്കെയാണ് ഈ തന്ത്രങ്ങൾ? ഒന്ന്, ഉത്തരവാദിത്തം മാറ്റുക എന്നതാണോ? അതെ, പ്രധാനമായും അതുതന്നെ. അതായത് പ്ലാസ്റ്റിക് മാലിന്യം കൂടുന്നതിനും റീസൈക്കിൾ ചെയ്യാത്തതിനും കാരണം നിങ്ങളാണ്, ഉപഭോക്താക്കളാണ് എന്ന് വരുത്തി തീർക്കുക. ഓക്കെ. മറ്റൊന്ന്, റീസൈക്ലിംഗ് ഒരു സമ്പൂർണ്ണ പരിഹാരമാണെന്ന് ഭയങ്കരമായി പ്രചരിപ്പിക്കുക. പക്ഷേ സത്യത്തിൽ എല്ലാത്തരം പ്ലാസ്റ്റിക്കും അത്ര എളുപ്പത്തിൽ ലാഭകരമായി റീസൈക്കിൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം. ഈ മൾട്ടിലെയർ പ്ലാസ്റ്റിക് ഒക്കെ ഉദാഹരണം. ശരിയാണ്. ഈ സമയത്താണ് ഈ ഗ്രീൻ വാഷിംഗ് എന്ന വാക്ക് പ്രസക്തമാകുന്നതല്ലേ?
കൃത്യം. ഉള്ളതിനേക്കാൾ കൂടുതൽ പരിസ്ഥിതി സൗഹൃദമാണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. ബയോഡിഗ്രേഡബിൾ, കോമ്പോസ്റ്റബിൾ എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നല്ലതാണെന്ന്. പക്ഷെ അതിന്റെ പിന്നിലും പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഈ ലേഖനത്തിൽ പറയുന്ന മറ്റൊരു പ്രധാന കാര്യം, വികസിത രാജ്യങ്ങളിൽ നിയമങ്ങൾ കടുപ്പമാകുമ്പോൾ ഈ കമ്പനികൾ ഏഷ്യയിലെയും ആഫ്രിക്കയിലെയും രാജ്യങ്ങളെ, അതായത് ഗ്ലോബൽ സൗത്തിനെ പുതിയ മാർക്കറ്റുകളായി കാണുന്നു എന്നതാണ്. അത് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. അതെ. അപ്പോൾ ഈ പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കാനുള്ള ആഗോള ശ്രമങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഈ ഗ്ലോബൽ പ്ലാസ്റ്റിക് ട്രീറ്റി പോലെ, അതിനെയൊക്കെ അവർ സ്വാധീനിക്കാൻ നോക്കുന്നുണ്ടോ? തീർച്ചയായും. ഈ ഫോസിൽ ഫ്യൂവൽ ലോബികൾ, കെമിക്കൽ ഇൻഡസ്ട്രി ലോബികളൊക്കെ പ്ലാസ്റ്റിക് ഉൽപ്പാദനം കുറയ്ക്കാൻ ലക്ഷ്യമിടുന്ന വ്യവസ്ഥകളെ ദുർബലപ്പെടുത്താൻ ഈ ഉടമ്പടി ചർച്ചകളിൽ നന്നായി ഇടപെടുന്നുണ്ട്. ഇതൊരു നിയമപരമായി ബാധ്യതയുള്ള ആദ്യത്തെ ഉടമ്പടിയാണ് പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ വരുന്നത്. അതിനെ ദുർബലപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയിലെ അവസ്ഥയിലേക്ക് വന്നാൽ, നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റിൽ അനൗപചാരിക മേഖലയിലെ തൊഴിലാളികളുടെ പങ്ക് അത് വളരെ വലുതാണ്. പക്ഷെ അവരുടെ അവസ്ഥയോ? അത് വളരെ പരിതാപകരമാണ് പലപ്പോഴും. അവർക്ക് സാമൂഹിക സുരക്ഷയോ ആരോഗ്യ പരിരക്ഷയോ പലപ്പോഴും കിട്ടുന്നില്ല. ഈ അനൗപചാരിക മാലിന്യ സമ്പദ്വ്യവസ്ഥ എന്ന് പറയുന്നത് അത് സർക്കാർ നിയന്ത്രണത്തിന് പുറത്താണെങ്കിലും നമ്മുടെ റീസൈക്ലിംഗിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. സർക്കാർ ഇതിനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഈ നമസ്തേ പദ്ധതിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. നമസ്തേ പദ്ധതി ലക്ഷ്യമിടുന്നത് ഈ തൊഴിലാളികളെ ഒരു ഔദ്യോഗിക സംവിധാനത്തിലേക്ക് കൊണ്ടുവരാനാണ്. അതോടൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ EPR, അതായത് വിപുലീകൃത നിർമ്മാതാവിന്റെ ഉത്തരവാദിത്തം, അതും 2016 നിയമങ്ങൾ വഴി നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നവർക്ക് തന്നെ അതിന്റെ വേസ്റ്റ് മാനേജ്മെന്റിലും ഒരു ഉത്തരവാദിത്തം കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ മെയിൻസ് പരീക്ഷയുടെ ഒരു കാഴ്ചപ്പാടിൽ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഈ സമീപനത്തെ എങ്ങനെ കാണാം? എന്തൊക്കെയാണ് നമ്മുടെ ശക്തി, പിന്നെ ദൗർബല്യങ്ങൾ? ഇന്ത്യ നിങ്ങൾക്കറിയാമല്ലോ, വലിയ തോതിൽ പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്ന, ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. ഈ പ്രതിസന്ധി ഇവിടെയുണ്ട്. നേരത്തെ പറഞ്ഞ ആ തന്ത്രങ്ങൾ, ആ ഉത്തരവാദിത്തം മാറ്റൽ, ഗ്രീൻ വാഷിംഗ് ഒക്കെ ഇവിടെയും കാണാം. ശരിയാണ്. നമ്മുടെ നല്ല വശങ്ങൾ നോക്കിയാൽ നിയമങ്ങളുണ്ട്, PWM റൂൾസ്, EPR ഒക്കെ. പിന്നെ ഈ സാമൂഹിക നീതിക്ക് ഊന്നൽ നൽകുന്ന നമസ്തേ പോലുള്ള പദ്ധതികൾ. പിന്നെ ഈ അനൗപചാരിക മേഖല കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ റീസൈക്ലിംഗ് റേറ്റ് താരതമ്യേന കൂടുതലാണ്. പക്ഷേ വെല്ലുവിളികളും ഉണ്ടല്ലേ? ധാരാളം. നിയമങ്ങൾ നടപ്പാക്കുന്നതിലെ പ്രശ്നങ്ങൾ, ഗ്രീൻ വാഷിങ്ങിനെ ഫലപ്രദമായി തടയാൻ പറ്റാത്തത്, അനൗപചാരിക മേഖലയിലെ ചൂഷണം തുടരുന്നത്, പിന്നെ ഈ കോർപ്പറേറ്റ് ലോബിയിങ്, ഇതൊക്കെ വലിയ വെല്ലുവിളികൾ തന്നെയാണ്. അപ്പം മുന്നോട്ടുള്ള വഴി എന്താണ്? ഈ റീസൈക്ലിംഗ് മാത്രം മതിയോ, അതോ? പോരാ. റീസൈക്ലിംഗ് മാത്രം പോരാ. നമ്മൾ പുകയിലയുടെ കാര്യത്തിൽ നിന്ന് പഠിക്കണം. ഈ ഇൻഡസ്ട്രിയുടെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. EPR കൂടുതൽ കർശനമാക്കണം. ലംഘിച്ചാൽ നടപടി വേണം. ഗ്രീൻ വാഷിങ്ങിന് കൃത്യമായ മാനദണ്ഡങ്ങളും പരിശോധനകളും വേണം. പിന്നെ അനൗപചാരിക മേഖലയിലുള്ളവരെ, അവരെ ഇതിന്റെ ഭാഗമാക്കണം. അവർക്ക് സുരക്ഷ, തിരിച്ചറിയൽ കാർഡ്, ഇൻഷുറൻസ് ഒക്കെ ഉറപ്പാക്കണം. നമസ്തേയൊക്കെ ശക്തിപ്പെടുത്തണം. ഏറ്റവും പ്രധാനം ഉൽപ്പാദനം കുറയ്ക്കുക എന്നതാണോ? അതെ. റീസൈക്ലിംഗിന് അപ്പുറം ഉൽപ്പാദനം തന്നെ കുറയ്ക്കണം. പ്രത്യേകിച്ച് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്. പിന്നെ ആഗോള ഉടമ്പടി ചർച്ചകളിൽ ഇന്ത്യ വികസ്വര രാജ്യങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കാൻ ശക്തമായി വാദിക്കുകയും വേണം. ശരിയാണ്. പ്രശ്നം വളരെ വലുതാണ്, സങ്കീർണവുമാണ്. അപ്പോൾ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ചിന്താവിഷയം തരാം. ഈ പ്ലാസ്റ്റിക് ഉൽപ്പാദനം കുറയ്ക്കുന്നതിനും മാലിന്യം കൈകാര്യം ചെയ്യുന്നതിനുമപ്പുറം നമ്മുടെയെല്ലാം ഉപയോഗശീലങ്ങളിലൊരു മാറ്റം വേണ്ടേ? വ്യക്തിപരമായ മാറ്റങ്ങൾക്കൊപ്പം ഈ വ്യവസ്ഥയെ തന്നെ മാറ്റാൻ നമുക്കെങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാനാവും? ഇതൊരു വലിയ ചോദ്യം തന്നെയാണല്ലേ? അടുത്തതായി നമുക്ക് ദ ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ചർച്ച ഒരു പുതിയ പഠനത്തെക്കുറിച്ചാണ്. വിറ്റാമിൻ ഡിയും തലച്ചോറിന്റെ ആരോഗ്യവും തമ്മിലുള്ള ബന്ധം. അതെ, ഡെൻമാർക്കിൽ നടന്ന ഒരു പഠനമാണിത്. ഇതിന് ഇന്ത്യയിൽ ചില പ്രത്യേക പ്രസക്തിയുമുണ്ട് താനും. നമുക്കതിലേക്ക് കടക്കാം. തീർച്ചയായും. അപ്പോൾ UPSC പരീക്ഷ എഴുതുന്നവർക്കും ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമാണ് അല്ലേ? ഓ, തീർച്ചയായും. പ്രിലിംസിൽ സയൻസ് ആൻഡ് ടെക്നോളജി, പിന്നെ പൊതുജനാരോഗ്യം എന്ന ഭാഗത്തൊക്കെ വരാം. മെയിൻസിലോ? മെയിൻസിൽ GS പേപ്പർ 2-ൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും, GS പേപ്പർ 3-ൽ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ദൈനംദിന ജീവിതത്തിലെ പ്രയോഗങ്ങളിലും ഇതുൾപ്പെടാം. സൂക്ഷ്മ പോഷകങ്ങളുടെ കുറവ്, ദാരിദ്ര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആ ഡാനിഷ് പഠനത്തിലേക്ക് വരാം. എന്താണ് അവരുടെ പ്രധാന കണ്ടെത്തൽ?
വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നവജാത ശിശുക്കളിൽ ജനന സമയത്തുള്ള വിറ്റമിൻ ഡിയുടെ അളവും അവർക്ക് പിന്നീട് സ്കീസോഫ്രീനിയ, ADHD, ഓട്ടിസം പോലുള്ള ചില മാനസിക നാഡീവികാസ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ വിറ്റമിൻ ഡി കൂടുതലുണ്ടെങ്കിൽ ഈ സാധ്യത കുറയുമെന്നാണോ? അതെ അതെ, ഉയർന്ന വിറ്റമിൻ ഡി അളവ് ഈ രോഗങ്ങൾ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു എന്ന് പഠനം പറയുന്നു. ഇത് വെറുമൊരു കണക്ഷൻ മാത്രമാണോ അതോ കാരണഫല ബന്ധം തന്നെയാണോ? പല പഠനങ്ങളിലും അങ്ങനൊരു സംശയം വരുമല്ലോ. നല്ല ചോദ്യം. അവിടെയാണ് ഈ പഠനത്തിന്റെ ഒരു പ്രത്യേകത. അവരിത് വെറുമൊരു യാദൃശിക ബന്ധമല്ല, ഒരുപക്ഷെ കാരണഫല ബന്ധം തന്നെയാകാം എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? അതിനായി അവർ ചില നൂതന ജനിതക രീതികൾ ഉപയോഗിച്ചു. പോളിജെനിക് റിസ്ക് സ്കോർ അഥവാ PRS, പിന്നെ മെൻഡേലിയൻ റാൻഡമൈസേഷൻ അതായത് MR എന്നൊക്കെ പറയും. മെൻഡേലിയൻ റാൻഡമൈസേഷൻ അതെന്താണ്? അതൊരു രസകരമായ രീതിയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീനുകളിലെ സ്വാഭാവിക വ്യതിയാനങ്ങൾ ഉപയോഗിച്ച് ഒരു പ്രത്യേക ഘടകം, ഇവിടെ വിറ്റമിൻ ഡി, ഒരു രോഗത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്ന രീതിയാണ്. മറ്റു ബാഹ്യ ഘടകങ്ങളുടെ സ്വാധീനം ഒരു പരിധിവരെ ഇതിലൂടെ ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ആ ബന്ധത്തിന് കൂടുതൽ ശാസ്ത്രീയ അടിത്തറയുണ്ടെന്ന് സാരം. അതെ. പക്ഷെ അപ്പോഴാണ് എനിക്കൊരു സംശയം. നമ്മുടേത് ധാരാളം സൂര്യപ്രകാശമുള്ള ഒരു രാജ്യമല്ലേ? എന്നിട്ടും ഇന്ത്യയിലെ അമ്മമാരിലും കുട്ടികളിലും വിറ്റമിൻ ഡി കുറവ് കൂടുതലാണെന്ന് പറയുന്നു. അതെങ്ങനെയാണ്? അതാണ് പലരും പറയുന്ന ഇന്ത്യൻ പാരഡോക്സ്. പേരുപോലെ തന്നെ നല്ല വെയിലുണ്ട്, പക്ഷെ ശരീരത്തിന് ആവശ്യമായ വിറ്റമിൻ ഡി കിട്ടുന്നില്ല. എന്താവാൻ കാരണം? ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഭക്ഷണരീതി. വിറ്റമിൻ ഡി അടങ്ങിയ ഭക്ഷണം പൊതുവെ കുറവാണ്. പിന്നെ ജീവിതശൈലി. നമ്മൾ പുറത്തിറങ്ങി വെയിൽ കൊള്ളുന്നത് കുറഞ്ഞു. കൂടുതൽ സമയം വീടിനകത്തും ഓഫീസുകളിലും ചിലവഴിക്കുന്നു. ശരിയാണ്. പിന്നെ അന്തരീക്ഷ മലിനീകരണം സൂര്യരശ്മികളെ തടയുന്നുണ്ട്. അതുപോലെ ഇരുണ്ട നിറമുള്ള ചർമ്മത്തിന് വെയിലിൽ നിന്ന് വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കാൻ കൂടുതൽ സമയം വേണം. എയിംസ് ഋഷികേശിലെയും ബംഗളൂരുവിലെയും പഠനങ്ങൾ ഇത് ശരിവെക്കുന്നുണ്ട്. അവർ രക്തത്തിലെ ഏത് ഘടകമാണ് അളക്കുന്നത്? രക്തത്തിലെ 25 ഹൈഡ്രോക്സി വിറ്റാമിൻ ഡി, അതായത് 25 OHD. അതാണ് വിറ്റാമിൻ ഡി സ്റ്റാറ്റസ് അറിയാനുള്ള പ്രധാന മാർക്കർ. അപ്പോ പ്രിലിംസിന് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റാണത്, 25 OHD. അതുപോലെ വിറ്റാമിൻ ഡി ഒരു കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനാണെന്നതും മെൻഡലിയൻ റാൻഡമൈസേഷൻ എന്ന ആശയവും. അതെ, കാൽസ്യം ആഗിരണം ചെയ്യാനും എല്ലുകളുടെ ആരോഗ്യത്തിനും ഇത് പ്രധാനമാണ്. തലച്ചോറിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അപ്പോ മെയിൻസിന്റെ കാഴ്ചപ്പാടിൽ ഇതിനെ എങ്ങനെ കാണാം? ഇത് ഇന്ത്യയ്ക്കൊരു പൊതുജന ആരോഗ്യ വെല്ലുവിളിയാണോ? തീർച്ചയായും. ഇതൊരു അക്കാദമിക് കൗതുകം മാത്രമല്ല. ഇന്ത്യയിലെ വ്യാപകമായ വിറ്റമിൻ ഡി കുറവും നാഡീവികാസ വൈകല്യങ്ങളുടെ ഭാരവും തമ്മിൽ ഒരു ബന്ധമുണ്ടാകാം എന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. നമ്മുടെ ഗർഭകാല പരിചരണത്തിൽ ഇപ്പോൾ പ്രധാനമായും അയേൺ, ഫോളിക് ആസിഡ് എന്നിവയ്ക്കാണ് ഊന്നൽ. അവിടെ വിറ്റമിൻ ഡിക്കൊരു സ്ഥാനമില്ലേ? നിലവിലെ ഗൈഡ് ലൈൻസിൽ അത്ര പ്രാധാന്യമില്ല. അവിടെ ഒരു വിടവുണ്ട് എന്നീ പഠനം സൂചിപ്പിക്കുന്നു. ഇതിലെന്തെങ്കിലും അവസരങ്ങൾ കാണുന്നുണ്ടോ? തീർച്ചയായും. ഏറ്റവും പ്രധാനം, വിറ്റമിൻ ഡി സപ്ലിമെന്റേഷൻ താരതമ്യേന ചിലവ് കുറഞ്ഞൊരു മാർഗമാണ്. ശരിയാണ്. അത് കുട്ടികളുടെ തലച്ചോറിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയാണെങ്കിൽ രാജ്യത്തിന്റെ മാനവ മൂലധനത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടാകും. പിന്നെ നമ്മുടെ ആശാവർക്കർമാർ, അങ്കണവാടികൾ, PHCകൾ വഴി ഇത് നടപ്പാക്കാൻ നിലവിൽ സംവിധാനമുണ്ട്. എന്നാൽ വെല്ലുവിളികൾ ഉണ്ടാകുമല്ലോ. ഉണ്ടാകും. പ്രധാന വെല്ലുവിളി അവബോധമില്ലായ്മയാണ്. ഗർഭിണികൾക്കും ആരോഗ്യപ്രവർത്തകർക്കും ഇതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായിരിക്കാം. പിന്നെ എല്ലാവരെയും സ്ക്രീൻ ചെയ്യുന്നതിനുള്ള ചെലവ്. അതെ, ടെസ്റ്റ് ചെയ്യാൻ കുറച്ച് ചെലവുണ്ട്. നടപ്പാക്കലിലെ പ്രശ്നങ്ങൾ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇന്ത്യൻ പാരഡോക്സിനു പിന്നിലെ ജീവിതശൈലി പ്രശ്നങ്ങൾ. ഇവയൊക്കെ വെല്ലുവിളികളാണ്. അപ്പോൾ എന്താണൊരു മുന്നോട്ടുള്ള വഴി? ഒരു ബാലൻസ്ഡ് വ്യൂ എന്തായിരിക്കും? എനിക്ക് തോന്നുന്നത് നമ്മളൊരു മുൻകരുതൽ തത്വം, പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ അനുസരിച്ച് പ്രവർത്തിക്കണം. കാരണം തലച്ചോറിന്റെ ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ദേശീയ ഗർഭകാല പരിചരണ മാർഗനിർദ്ദേശങ്ങളിൽ വിറ്റാമിൻ ഡി സപ്ലിമെന്റേഷൻ നിർബന്ധമാക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കണം. ഒരു നയപരമായ മാറ്റം. പ്രതിരോധത്തിന് ഊന്നൽ നൽകണമല്ലേ? അതെ, പ്രതിരോധമാണ് പ്രധാനം. വലിയ തോതിലുള്ള ബോധവൽക്കരണ ക്യാമ്പയിനുകൾ വേണം. പിന്നെ ഭക്ഷ്യവസ്തുക്കളിൽ വിറ്റാമിൻ ഡി ചേർക്കുന്നത്,
ഫുഡ് ഫോർട്ടിഫിക്കേഷൻ, പാല്, എണ്ണ പോലുള്ളവയിൽ. അതും നല്ലൊരാശയമാണ്. ലക്ഷ്യം ഇത്രയുള്ളൂ: ഭാവി തലമുറയുടെ ആരോഗ്യം ഉറപ്പാക്കാൻ താരതമ്യേന ലളിതമായ ഈ പോഷകാഹാര ഇടപെടൽ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനത്തിന്റെ ഭാഗമാക്കണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത്ര നിസാരമെന്ന് തോന്നുന്ന ഒരു വിറ്റാമിൻ തലച്ചോറിന്റെ വികാസത്തിൽ ഇത്ര വലിയ പങ്കുണ്ട് എന്നത് അത്ഭുതം തന്നെ. അതെ, ഒരു ചെറിയ മാറ്റം, ചിലപ്പോൾ കുറച്ചുകൂടി വെയിൽ കൊള്ളുന്നത് അല്ലെങ്കിൽ ഒരു സപ്ലിമെന്റ് കഴിക്കുന്നത്, ദീർഘകാലയളവിൽ എത്ര വലിയ വ്യത്യാസമുണ്ടാക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് ഈ പഠനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ശരിയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച. അടുത്തതായി നമുക്ക് ദി ഹിന്ദു പത്രത്തിലെ മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. ഓക്കേ. ഇന്നത്തെ പത്രവാർത്താ വിശകലനം ഇവിടെ അവസാനിക്കുന്നു. UPSC പരീക്ഷയുടെ കാഴ്ചപ്പാടിൽ പ്രധാന ആശയങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നാളത്തെ ചർച്ചയിൽ കാണാം. നന്ദി.